കാത്തിരിക്കാമി കാന്തൻ വരുമേ ഉണരു സിയോനേ ശൂലമിയെ പോ കാത്തിരിക്കാമി കാന്തൻ വരുമേ ഉണരു സിയോനേ. തങ്കനീളത്തിൻ വിലയല്ലയോ നീ ചങ്കുപോൽ നിന്നെ സ്നേഹിച്ചതല്ലോ. തങ്കനീളത്തിൻ വിലയല്ലയോ നീ ചങ്കുപോൽ നിന്നെ സ്നേഹിച്ചതല്ലോ. തങ്കലേക ചിന്തയതാലേ പങ്കമെന്നെ മേമുഖസുതയിൽ തങ്കലേക ചിന്തയതാലേ പങ്കമെന്നെ മേമുഖസുതയിൽ രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി ശൂലമിയെ പോ കാത്തിരിക്കാമി കാന്തൻ വരുമേ ഉണരു സിയോനേ ശൂലമിയെ പോ കാത്തിരിക്കാമി കാന്തൻ വരുമേ ഉണരു സിയോനേ. ഭരണകൂടങ്ങൾ തകരുവതെന്ത് അരജവാഴ്ചയും നീങ്ങുവതെന്ത്. ഭരണകൂടങ്ങൾ തകരുവതെന്ത് അരജവാഴ്ചയും നീങ്ങുവതെന്ത്. ഭരണം യേശുദാനേറ്റിടുവാനാ ത്വരിതമായ വഴിയൊരുക്കുമല്ലോ. ഭരണമേശുദാനേറ്റിടുവാനായി ത്വരിതമായ വഴിയൊരുക്കുമല്ലോ. രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി ശൂലമിയെ പോ കാത്തിരിക്കാമി കാന്തൻ വരുമേ ഉണരു സിയോനേ ശൂലമിയെ പോ കാത്തിരിക്കാമി കാന്തൻ വരുമേ ഉണരു സിയോനേ. വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. കാണും മലയും ആവലോടോടി നേടുക നീ ആത്മാക്കളെയും. കാടും മലയും ആവലോടോടി നേടുക നീ ആത്മാക്കളെയും. രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി ശൂലമിയെ പോ കാത്തിരിക്കാമി കാന്തൻ വരുമേ ഉണരു സിയോനേ ശൂലമിയെ പോ കാത്തിരിക്കാമി കാന്തൻ വരുമേ ഉണരു സിയോനേ. അവന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയുടെ അധ്യക്ഷൻ, മറ്റ് ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ,
സന്നിഹിതരായിരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞാൻ വിനീതമായ വന്ദനങ്ങളെ അറിയിക്കുന്നു. Respected pastor of this church, all the servants of God who are assembled here tonight, and all the brothers and sisters who are here to hear from the word, I pitch you all in the matchless name of our Lord and Savior Jesus Christ. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. Tonight, our Lord is in our midst. രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട്. When in the presence of the King, there is the shouts of joy. നമ്മുടെ കർത്താവ് രാജാതിരാജാവാണ്. Our God is the King of Kings, അവൻ വസിക്കുന്ന സ്തുതികളിൽ മേലാണ്. and He dwells upon the praises of His ഇന്ന് people. രാത്രി ആ മഹാരാജാവിനെ എല്ലാ ദൈവമക്കളും വലങ്കരങ്ങൾ ഉയർത്തി Hallelujah. ശബ്ദം ഉയർത്തി മൂന്ന് പ്രാവശ്യം ഹല്ലേലൂയ. നമ്മുടെ വിചിന്തനത്തിനായിട്ട് വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Let's turn our attention to the Holy Scriptures this evening. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിവിടെ വായിക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ തുറന്ന് തിരുവചന ഭാഗം ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കണം. We're going to read from the 5th chapter of the Gospel of Luke, from 1 to 5. അവൻ ഗന്നസരേ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയും 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി. കരയിൽ നിന്ന് അല്പം നീക്കേണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. Reading from Gospel of Luke chapter 5, verses 1 to 6. One day as Jesus was standing by the lake of Gennesaret, with the people crowding around him and listening to the word of God, he saw at the water's edge 2 boats left there by the fishermen who were washing their nets. He got in one of the boats, the one belonging to Simon, and asked him to put out a little from the shore. Then he sat down and taught the people from the boat. When he had finished speaking to them, he said to Simon, "Put out into deep water and let down the nets for a catch." Simon answered, "Master, we have worked hard all night and haven't caught anything. But because you say so, I will let down the nets." When they had done so, they caught such a large number of fish that their nets began to break. നമ്മുടെ കർത്താവ് ലോകത്തിലായിരുന്ന സമയത്ത് ധാരാളം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. While our Master Lord was in this world, He has done so many miracles. രോഗികളെ സൗഖ്യമാക്കി, He has healed the sick, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി, He cleansed the lepers, ചെകിടരുടെ ചെവി തുറന്നു, those who couldn't hear, He healed them. കുരുടരുടെ കണ്ണുകൾ പ്രകാശിപ്പിച്ചു, He gave sight to the blind, പക്ഷവാത രോഗികളെ He സൗഖ്യമാക്കി, healed the paralytics, മരിച്ചവരെ ഉയർപ്പിച്ചു. He even raised people from dead. ഇങ്ങനെ യേശു പരസ്യ ശുശ്രൂഷയിൽ ധാരാളം അത്ഭുതങ്ങൾ ചെയ്യുന്നു. So Jesus did so many miracles in His public ministry. അക്കൂട്ടത്തിൽ നമ്മുടെ കർത്താവ് ചെയ്ത ഒരു അത്ഭുതകരമായ പ്രവൃത്തിയെ കുറിച്ചാണ് നാം ഇവിടെ വായിച്ചത്. What we read tonight is one of the miraculous things that Jesus did while He was doing His public ministry. മീൻപിടുത്തത്തിലൂടെ കർത്താവ് 2 തവണ അത്ഭുതം ചെയ്തിട്ടുണ്ട്. With the even during the fishing process, Jesus did miracle twice. അവണ്ണം തന്നെ അപ്പം എടുത്തുകൊണ്ട് കർത്താവ് 2 പ്രാവശ്യം അത്ഭുതം And ചെയ്തു. also He took the bread and did miracle twice. ഇവിടെ മീൻപിടുത്തത്തിലൂടെ യേശു ചെയ്ത ഒരു അത്ഭുതകരമായ പ്രവൃത്തിയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് നാം വായിച്ചത്. This is what we read here is the miracle that happened at the time of catching fish. ഇത് കർത്താവിന്റെ ഈ മീൻപിടുത്തത്തിലൂടെയുള്ള ഒന്നാമത്തെ അത്ഭുതകരമായ പ്രവൃത്തി. This is the first miracle He did at the time of fishing. രണ്ടാമത് കർത്താവ് ഈ വിഷയത്തിൽ അത്ഭുതം ചെയ്തത്, He has done one more miracle at the time of fishing. യോഹന്നാന്റെ സുവിശേഷം ലാസ്റ്റ് ചാപ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. That is mentioned in the last chapter of the Gospel of John. ഈ അത്ഭുതം നടക്കുന്നത്, അതായത് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ അത്ഭുതം നടക്കുമ്പോൾ പത്രോസോ യാക്കോബോ അന്ത്രയോസോ ഇവരാരും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ടില്ല. While this miraculous thing is happening, this event is happening, Peter, Andy or John, none of these had become the disciple of Jesus. അവര് സാധാരണക്കാരും മുക്കുവന്മാരുമായി. They were just fishermen.
fisherman. എന്നാൽ രണ്ടാമത്തെ മീൻപിടുത്തത്തിലൂടെയുള്ള അത്ഭുതം നടക്കുന്ന നേരത്ത് ഇവർ ശിഷ്യന്മാരായ ശേഷം വിശ്വാസത്തിൽ ക്ഷീണിച്ചവരാണ്. But second time when Jesus did miracle during the time of fishing, that time they had become disciples, but they were weak in their faith. 3.5 വർഷം ഒരു കർത്താവിന്റെ കൂടെ നടന്നു. They were with Jesus for 3.5 years. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. They have seen miracles and signs. ദൈവത്തിന്റെ ശബ്ദം അവർ കേട്ടു. They heard the voice of God. യേശുക്രിസ്തുവിന്റെ ഉപദേശം ഗ്രഹിച്ചു. They understood the advices of Jesus. കർത്താവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് മനസ്സിലാക്കി. They realized about the crucifixion of ആ Jesus. ക്രൂശീകരണം അവർ കണ്ടു. They have seen the crucifixion. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതും അവർ കണ്ടു. Even they witnessed Jesus being raised from the dead. പുനരുത്ഥാനം പ്രാപിച്ച കർത്താവ് 2 പ്രാവശ്യം ഇവർക്ക് പ്രത്യക്ഷപ്പെട്ട ശേഷവും ഇവരെ വിശ്വാസത്തിൽ ക്ഷീണിച്ച് മീൻ പിടിക്കാൻ പോയി. Even though Jesus appeared to them twice after the resurrection, still they were weakening in their faith, and they left all those faith and went to fishing. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ കർത്താവ് 3-ാം പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷനായി. That is mentioned in the Gospel of John, that likewise 3rd time Jesus appeared to the disciples. ഇവരെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം 2 പ്രത്യക്ഷതകൾ ഇവർക്ക് ഉണ്ടായി. വീണ്ടും ഇവർ ഒരുമിച്ച് കൂടി കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. Even though they had witnessed twice the appearance of Jesus after the resurrection, but when they were getting together, Peter said, I am going back to fishing. ഉടനെ മറ്റുള്ളവർ പറഞ്ഞു, നീ പോവുകയാണ്, ഞങ്ങൾ പോരുകയാണ്. Then others said, if you are going, we will follow you. അവിടെ നമുക്കൊരു ആത്മീയ സന്ദേശം. You can understand a spiritual message from there. എപ്പോഴും ലീഡേഴ്സിന്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. And every time the words of a leader has to be given much importance. മറ്റുള്ളവരെ ബലപ്പെടുത്തുവാനും മറ്റുള്ളവരെ ക്ഷീണിപ്പിക്കുവാനും ലീഡറുടെ വാക്കുകൾക്ക് കഴിയും. The words of a leader has the power to encourage or discourage his followers. 12 അപ്പോസ്തലന്മാരിൽ പത്രോസ് സീനിയറാണ്. Among the 12 disciples of Jesus, Peter is a senior person. ആ പത്രോസാണ് പറഞ്ഞത്, ഞാൻ മീൻ പിടിക്കാൻ പോവുക. It is the same Peter who says, I am going back to fishing. ഉടനെ മറ്റവരും പറഞ്ഞു, നീ പോവുകയാണ്, ഞങ്ങളും പോരും. Then others said, if you are leaving, we are also coming. എപ്പോഴും നാം ശ്രദ്ധിക്കണം, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ക്ഷീണിപ്പിക്കുന്നതാകരുത്, ജീവിപ്പിക്കുന്നതായിരിക്കും. So be reminded every time that your words should not be putting down somebody, rather it should be lifting up people. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് വേണം സംസാരിക്കാൻ. That is why Apostle Paul says, you speak so that the people who listen will have the grace. മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നതും ചലിപ്പിക്കുന്നതും പ്രത്യാശ നൽകുന്നതും അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമായ നിലയിൽ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നമുക്ക് And സാധിക്കണം. we should be able to speak positively so that the hope, the faith and the commitment of the people will be increased when they hear you. ഇങ്ങനെ അവരെല്ലാവരും കൂടെ മീൻപിടുത്തത്തിന് പോയ സമയത്ത് ഗലീല കടൽ തീരത്തെ കർത്താവ് വീണ്ടും അവർക്ക് And പ്രത്യക്ഷനായി. when they all went back to fishing at the Sea of Galilee, Jesus is appearing before them. അവിടെയും ഒരു രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചിട്ട് ഒന്നും പിടിച്ചില്ല. Even there, even though they tried hard for the whole night, they couldn't catch any fish. അപ്പോൾ അവിടെ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. Even there's a spiritual message. ആ ദൂതുകൾ നമ്മൾ ശ്രദ്ധിക്കണം. You should pay attention to the message. യേശുവിനെ വിട്ടുള്ള നിന്റെ യാത്ര ശുഭകരമല്ല. If you leave Jesus and go ahead, you will not prosper in your life. യേശുവിനെ കൂടാതെയുള്ള ഉദ്യോഗം, യേശുവിനെ കൂടാതെയുള്ള ഫാമിലി ലൈഫ്, യേശുവിനെ കൂടാതെയുള്ള വിദ്യാഭ്യാസം, ഇതെല്ലാം പാഴാണ് എന്ന് തിരിച്ചറിയണം. And you should understand that your job without Jesus, your family without Jesus, or anything that you have without Jesus will never get in anywhere. ഒരു രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചിട്ടും ഒരു ചെറുമീനെ പോലും പിടിക്കാൻ. They had toiled the whole night, but they couldn't catch a single fish. എന്നാൽ കർത്താവിന്റെ വാക്കനുസരിച്ചപ്പോൾ But when they obeyed the word of Jesus, 153 വലിയ മീനെ അവർ പിടിച്ചു. and they were able to catch 153 big fish. എന്നാൽ നമ്മൾ വായിച്ച ധ്യാനത്തിന് വേണ്ടി വായിച്ച ഭാഗത്ത് മീന്റെ സംഖ്യ പറഞ്ഞിട്ട് In the scripture portion that we read, it doesn't mention the exact number of fish. അവിടെ പറയുന്ന പെരുത്ത മീൻ കൂട്ടം കിട്ടിയെന്നാണ്. There it says a big group of fish. എന്നാൽ രണ്ടാമത്തെ അത്ഭുതത്തിൽ 153 വലിയ മീനെന്നാ പറയുന്നത്. But in the second event it mentions that 153 big fish they were able to catch. അപ്പൊ ഇത് രണ്ടും രണ്ട് സംഭവങ്ങളാണ്. That means these two are two separate incidents. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, One thing that we have to take notice, ഇത് നടക്കുന്നത് ഗന്നസരേത്ത് തടാകത്തിലാണ്. this is happening at the lake of Gennesaret. ഗന്നസരേത്ത് എന്ന് പറയുന്നതും ഗലീല കടൽ എന്ന് പറയുന്നതും ഒക്കെ, അത് തിബരിയോസ് കടൽ എന്നൊക്കെ പറയുന്നത്
ഒരേ കടലിനെ കുറിച്ച് തന്നെയാണ്. When we hear about Gennesaret or Sea of Galilee or Sea of Tiberias, these are all referring to the same sea. ഗലീല കടലിന്റെ മറുപേരുകളാണ് ഗന്നസരത്ത്, തിബെരിയോസ് എന്നിവ. Gennesaret, Tiberias, these are all the different names of the Sea of Galilee. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ഗലീല കടൽ വലിയൊരു പശ്ചാത്തലമായിരുന്നു. And for the public ministry of Jesus, the Sea of Galilee played an important role in the background. കർത്താവ് ഗലീല കടൽ തീരത്ത് പല സന്ദർഭങ്ങളിൽ ആളുകളുമായി സന്ധിക്കുന്നുണ്ട്. At the shore of the Sea of Galilee, Jesus was always speaking to the crowd. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരും ഒരു സ്ഥലത്ത് ചെന്നാൽ യഹൂദന്മാരുടെ പള്ളി എന്ന് പറഞ്ഞാൽ സിനഗോഗ്, അല്ലെങ്കിൽ സിനഗോഗ് എന്ന വാക്കിന്റെ അർത്ഥം സംഘാലയം എന്നാണ്. യഹൂദന്മാരുടെ സിനഗോഗ് ഇല്ല എങ്കിൽ അവർ പുഴയുടെ തീരത്തേക്ക് പോകുമായിരുന്നു. So we also read that whenever the disciples of Jesus go to a new place, they will look for a synagogue in that area, and if they don't find a synagogue, they will go to the shore of the sea or river there. ഫിലിപ്പിയായിൽ പൗലോസ് പുഴയുടെ തീരത്ത് പ്രസംഗിച്ചപ്പോഴാണ് ലുദിയ മാനസാന്തരം. And we know that when Apostle Paul was preaching at the shore of a river there, that is when Lydia gave her heart to Jesus. അപ്പോൾ സിനഗോഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൾ പുഴയുടെ തീരത്ത്, കടൽ തീരത്ത് കൂടി വരികയും പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. So it was a practice in those days that if there is no synagogue nearby, the people will come together at the shore of a river or sea, and they will get together to pray. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരെ അങ്ങനെ ചെയ്തത്. That is why the apostles will go and meet them there. യഹൂദന്മാരുടെ ഇടയിൽ സാധാരണ യഹൂദ സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളുമായി ഗലീല കടൽ തീരത്ത് പോകാറുണ്ടായിരുന്നു. And in those days the Jewish women will go to the shore of the sea with their children. അവരവിടെ പോയി റിലാക്സ് ചെയ്യുക പതിവാണ്. That is a place where they will go with their children to relax. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശു സംസാരിക്കുന്നു. Even in this background, Jesus is speaking to them. നിങ്ങൾ വായിച്ചിട്ടില്ലേ, കർത്താവ് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ നിങ്ങൾ കല്ല് കൊടുക്കുമോ? Didn't you remember that Jesus once saying to his disciples, if your children ask you bread, will you give them stones? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? If they ask you egg, will you give them scorpions? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? If they ask you fish, will you give them snakes? എന്താ ഈ അപ്പവും കല്ലും മുട്ടയും തേളും മീനും പാമ്പും തമ്മിലുള്ള ബന്ധം? What is the connection between these comparisons, the egg, the scorpions, the snake, and the stone and the bread? ഇതൊക്കെ ഗലീല കടൽ തീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. These are all things that is related to the shore of Galilee. സ്ത്രീകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഗലീല കടൽ തീരത്ത് ചെല്ലുമ്പോൾ Ladies, women will come to the shore of Galilee with their children. അതിന്റെ തീരത്തുള്ള വെളുത്ത പാറക്കല്ലുകൾ കാണുന്ന നേരത്ത് കുട്ടികൾ പറയും, മമ്മി ഇതേ അപ്പം, എനിക്കിപ്പോ അപ്പം വേണം. When the children see those white small pebbles or rock, when they see that, the children will say, Mommy, here is the bread and I need bread. ആ കല്ല് കണ്ടാൽ അപ്പമാണെന്ന് തോന്നും. When you look at the small rocks, you feel those are bread. സാത്താൻ ഒരിക്കൽ യേശുവിനോട് പറഞ്ഞില്ലേ, ഈ കല്ലിനോട് നീ അപ്പമാകാൻ കൽപ്പിക്കും. Even Satan once told Jesus, you command the stone to be transformed as bread. അപ്പൊ അപ്പത്തിന്റെ ഷേപ്പ് ഉള്ള കല്ല്. So there are rocks with the shape of bread. അതിന്റെ തീരത്തുകൂടെ ഇഴഞ്ഞു നടക്കുന്ന ചെറിയ പാമ്പുകളെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തോന്നും ഇത് മീനാണെന്ന്. അമ്മയത്തെ മീൻ, എനിക്കിപ്പോൾ മീൻ വേണമെന്ന്. And they see small snakes that is crawling around these small rocks. Kids will think that they are fish, and they will ask the mothers, here is the fish, I need fish. ഒരുതരം വെളുത്ത തേളുകൾ ഇര പിടിക്കേണ്ടതിന് അതിന്റെ കൈകാലുകൾ ചുരുട്ടിയിരിക്കുന്ന കുറ്റിക്കാടുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടാൽ നല്ല താറാമുട്ട ഇരിക്കുകയാണ്. And when they see a specific type of white scorpions in a specific shape, kids will think that those are eggs. ഇത് കാണുമ്പോൾ കുഞ്ഞു പറയും, അമ്മയത്തെ മുട്ട ഇരിക്കുന്ന, എനിക്കിപ്പോൾ മുട്ട വേണം. When the children see this, they will think that that is an egg, and they will ask their mommies to get them egg. ഈ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യേശു ചോദിച്ചത്, കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഈ കല്ല് കൊടുക്കുമോ, തേളിനെ കൊടുക്കുമോ, പാമ്പിനെ കൊടുക്കുമോ? Jesus is pointing to these backgrounds and asking the mothers, when the children ask you for snake and scorpions and stones, will you give them? ഒരിക്കലും ഒരമ്മ അങ്ങനെ ചെയ്യുകയില്ല. A mother will never do that. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി. If you are so interested in giving better things to your children, if that is the case, how much more
the Father in heaven will give Holy Spirit to those who ask him. അപ്പോൾ തന്നോട് യാചിക്കുന്നവർക്ക് അവൻ നല്ല ദാനങ്ങളെ നൽകുന്ന പിതാവാണ്. So our Father in heaven is someone who will give good gifts to those who ask him. എത്ര പേർക്ക് വിശ്വാസമുണ്ട് നല്ല ദാനങ്ങളെ തരുന്നവനായ എൻ്റെ How കർത്താവ്? many of you believe that our Father in heaven will give good gifts? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. ഇന്ന് രാത്രിയിലും നിങ്ങൾ യാചിച്ചാൽ നല്ല ദാനങ്ങളെ Even തരുവാൻ tonight, if you seek the face of God, he will bless you with good gifts. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. Ask and it shall be given. ആസ്കിംഗ് ആസ്കിംഗ് ആൻഡ് ആസ്കിംഗ് എന്നാൽ നിങ്ങൾക്ക് കിട്ടും. It says ask, ask and ask continually and you will get it. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. You search and you will find it. മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. Knock it and it will be open. ഇന്ന് രാത്രി യാചനയുടെ രാത്രിയായി And മാറും. let this night be a night of asking. ഇതൊരു അന്വേഷണത്തിന്റെ Let രാത്രിയാകട്ടെ. this night be a night of searching. വാതിലുകൾ തുറക്കേണ്ടതിന് മുട്ടുന്ന രാത്രിയായി Let this മാറട്ടെ. night be a night you are continually knocking so that it will be open. അവൻ നിനക്ക് നല്ല ദാനങ്ങളെ തരും. And our God will give you a good gift അവൻ tonight. നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ തരും. And he will give you a good gift. നമ്മുടെ കരങ്ങൾ തട്ടിയ കർത്താവേ ഗലീലാക്കടൽ തീരം യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് പശ്ചാത്തലമൊരുക്കി. And the Sea of Galilee, the shore of Sea of Galilee was always the background for Jesus' ministry. നമ്മൾ വായിച്ചത് ആ തിരുവചന ഭാഗമാണ്. This is what we read from the scripture portion. അത്ഭുതകരമായ ഒരു മീൻപിടുത്തമാണ് ഇവിടെ നടക്കുന്നത്. We are seeing a miraculous fishing here. നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കണം. We should pay attention here. ഇവിടെ നിന്ന് പ്രധാനമായി 4 ആത്മീക ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ. I wanted to share with you this evening 4 spiritual thoughts from this portion. ഒന്നാമത്തെ ചിന്ത, First thought, യേശുവിന് ഒരു പടക് ഇവിടെ ആവശ്യമാണ്. Jesus needs a boat here. എന്നാൽ കർത്താവ് എങ്ങനെയുള്ളവരുടെ പടക തെരഞ്ഞെടുത്തത്? Jesus selects a boat, but from what kind of people? അതിൽ നിന്നുകൊണ്ട് 3 ചിന്തകൾ ദൂതുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ I want to share 3 spiritual messages from that. ഏറ്റവും ഒടുവിൽ Finally, എന്തിനാ യേശുവിന് ഈ പടക്? why does Jesus require this boat? അത് സംബന്ധിച്ച് 4ാമത്തെ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ്. I want to speak about the 4th thought in connection with that and then stop. യേശുവിന് ഒരു പടക് ആവശ്യമാണ്. Jesus is in need of a boat. യേശു ഒരു പടക് തിരഞ്ഞെടുക്കാൻ പോകുക. Jesus is going to select a boat. ഇവിടെ പടക് എന്ന് പറയുമ്പോൾ ഒരു വള്ളമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. When it says a boat, it is not the mere boat that we see. അവിടെ അക്ഷരാർത്ഥത്തിൽ പടക് യേശു ആവശ്യപ്പെട്ടത്. Literally, Jesus is asking for a boat. എന്നാൽ ഇതിന്റെ സ്പിരിച്വൽ മീനിങ് എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ് പടക് എന്ന് But പറയുന്നത്. the spiritual meaning of this boat is that you and me are the boats. നാം ഓരോരുത്തരും ജീവിത പടകാണ്. We are all the lifeboats. യേശു കയറാൻ ആഗ്രഹിക്കുന്ന And പടകാണ്. these are all boats that Jesus would like to step in. ഇന്ന് രാത്രി യേശുവിന് ഒരു പടക് ആവശ്യമാണ്. And tonight, Jesus is looking for a boat. അത് നിങ്ങളുടെ പടകാണ്. Maybe it might be your life. അയ്യോ പ്രിയ സഹോദര സഹോദരി, നിന്റെ പടകാണ് Dear യേശു brother or ആവശ്യപ്പെടുന്നത്. sister, that is your life. നിന്റെ കുടുംബം ഇന്ന് രാത്രി യേശു ആവശ്യപ്പെടുകയാണ്. And tonight, Jesus is expecting your family. നിന്റെ ജീവിതത്തെ ഇന്ന് രാത്രി യേശു And ആവശ്യപ്പെടുകയാണ്. Jesus is looking into your life tonight. യേശുവിന് ഒരു പടക് And ആവശ്യമാണ്. Jesus is in need of a boat. ഹല്ലേലൂയ. Amen. ഗലീല കടൽ തീരത്ത് ധാരാളം പടകുകൾ ഉണ്ടായി. On the shore of the Sea of Galilee, there were numerous number of boats. എന്നാൽ യേശു ശീമോന്റെ പടകാണ് ചോദിക്കുന്നത്. But Jesus is asking for the boat of Simon. എന്തുകൊണ്ട് ഇവരുടെ പടക് യേശു ചോദിച്ചു? Why did Jesus asking specifically for his boat? അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരുന്നു? What was their condition at that time? അവരുടെ സാഹചര്യം എന്തായിരുന്നു? What was their situation? എങ്ങനെയുള്ളവരുടെ പടക യേശു ചോദിച്ചു വാങ്ങി? From what kind of people is Jesus asking for the boat? 3 കാര്യങ്ങളാണ് അതിനകത്ത് അടങ്ങിയത്. There are 3 things hidden in that. Number 1, First one, ഏറ്റവും നിരാശയിൽ ഇരുന്നവരുടെ പടകാണ് യേശു ചോദിച്ചത്. Jesus always looking for people who are so disappointed in their life. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും പിടിക്കാൻ They കഴിഞ്ഞില്ല. worked hard the whole night, but they couldn't catch anything. അവരുടെ ജീവിതം പാഴായിക്കൊണ്ടിരിക്കുന്നു. And their life is getting in vain. ഒരു ഉപ്പെ പോലും പിടിക്കാൻ They പറ്റില്ല. couldn't catch even a single thing. അപ്പൊ തകർന്നിരിക്കുന്നവരുടെ പടകാണ് യേശു Jesus ആവശ്യപ്പെടുന്നത്. is looking for boats that are people who are broken. മനുഷ്യൻ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളവരെ അന്വേഷിക്കുമ്പോൾ People always look for people of their own status. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത ഏറ്റവും തകർന്നവരെയാണ് അവർ അന്വേഷിക്കുന്നത്. But the importance, the greatness of Jesus is that he is looking for people who are broken tonight. നമ്മുടെ തകർച്ചയിലാണ് യേശു നമ്മുടെ പടക് തെരഞ്ഞെടുത്തത്. Jesus will come to your boat when it is a completely broken state. നിരാശയിൽ ഇരുന്നപ്പോഴാണ് അവൻ നമ്മെ വിളിച്ചത്. And maybe you are totally disappointed, the voice of God comes to you. പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്നപ്പോഴാണ് അവൻ നമ്മെ And തെരഞ്ഞെടുത്തത്. there is no hope in your life. That is when Jesus comes to you. അവനാണ് നമ്മുടെ പടകിനെ നിറച്ചിരിക്കുന്നത് ബോധമുള്ളവരെല്ലാം. ഹല്ലേലൂയ. Make sure that the Lord has occupied your boat. Praise the Lord tonight. യേശുവിന്
തകർച്ച അനുഭവിക്കുന്നവരെ. Jesus is looking for people who are completely broken. ഇന്ന് രാത്രി ജീവിതത്തിന്റെ ഏതെങ്കിലും വശത്ത് നിങ്ങൾ നിരാശരാണെങ്കിൽ, If in your life, in any areas of your life, you are disappointed tonight. ഏതെങ്കിലും മണ്ഡലത്തിൽ നിങ്ങൾ തകർച്ച In അനുഭവിക്കുകയാണ്, any areas of your life, if you are feeling broken, ഞാൻ ആത്മാവിൽ തൂതു പറയാം, നിന്നെ പുത്തനാക്കി അയക്കാനാണ് കർത്താവ് I can വന്നിരിക്കുന്നത്. tell you a spiritual message tonight that the Lord is here to send you in a renewed spirit. പടകിൽ ചോദിച്ചപ്പോൾ പത്രോസ് ഒക്കത്തില്ലെന്ന് പറഞ്ഞില്ല, And when Jesus asked this is boat, Peter never said no. നാളെ ആകട്ടെന്ന് He പറഞ്ഞില്ല, didn't say I'll give it tomorrow. ഞാൻ ഒന്നും കൂടെ ശ്രമിച്ചിട്ടാകട്ടെന്ന് പറഞ്ഞില്ല. He didn't say let me try once again and then ചോദിച്ച ഉടനെ പടകേൽപ്പിച്ചു as soon as Jesus asked it, he gave it to Jesus. യേശുവിന്റെ ജീവിതത്തെ ആവശ്യപ്പെടുമ്പോൾ Tonight when Jesus is asking for your life, തർക്കിച്ചു നിൽക്കാതെ വാദിച്ചു നിൽക്കാതെ യേശുവിനായി you പടകേൽപ്പിച്ചു. know that arguing with them, rather give your word to Jesus tonight. നിന്റെ പടകിനെ നിറയ്ക്കുവാൻ കർത്താവ് He വന്നു. is able to fill up your word tonight. ഒരു പുതിയ നന്മ തരുവാൻ യേശുവിടെ And he is able to give you a new goodness in your life. അർഹതയില്ലാത്തതിന് അവകാശങ്ങൾ തരുവാൻ And കർത്താവ് he is able to give you some inheritance that you don't deserve in your life. ശേഖരിക്കുന്ന ജീവിതങ്ങളെ You പണിയുന്നു. are disappointed tonight. അവൻ തകർന്നവരെ പണിയുന്നവനാണ്. And he is someone who will build the broken one. Amen. Hallelujah. Amen. നമ്മുടെ നാട്ടിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വഴിയിൽ കിടന്ന് നാണയത്തൊട്ട് കിട്ടാറില്ലായിരുന്നു. Back in Kerala, when you travel by the roadside, you will see the lost coins. അതിൽ കാളവണ്ടിയുടെ ചക്രം കയറി, There may be the wheels of the bullock cart might have rolled over it. പിടിവണ്ടിയുടെ ചക്രം കയറി, Maybe other kinds of vehicle might have gone over it. അതിന്റെ നമ്പറും സീലും എല്ലാം പോയതാണ്. The seal and the number and every instruction on that is gone. നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് ഒരു ഉളി ഒരു അരോ ഒക്കെ എടുത്ത് എത്ര ദിവസം മെനക്കെട്ടാലും അതിന്റെ ഒറിജിനാലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയാണ്. You take that lost unshaped coin and bring it to your home and try with saw or any kind of hammer to bring it to the original shape. You won't be successful. ബസ്സിൽ കയറി കണ്ടക്ടർ കൊടുത്താൽ അത് എടുക്കുകയില്ല. If you give it to the bus conductor, he won't take it. കടയിൽ കൊടുത്താൽ അത് ചെലവാകുകയില്ല. If you take it to the shop, they will not take അതിന്റെ it കാരണം നമ്പർ നഷ്ടപ്പെട്ടു. because the number is not clear on that. അതിന്മേലുള്ള ഗവൺമെന്റിന്റെ മുദ്ര The നഷ്ടപ്പെട്ടു. seal of the government is not visible. അതിനെ ആരും കൈകാര്യം ചെയ്യുന്നു. Nobody is interested in that. എന്നാൽ ഇത് എങ്ങനെ ഒരു പുത്തൻ നാണയമാക്കാൻ How can you make it a new coin? ഈസി ആയിട്ട് സാധിക്കും. It's very easy. എന്റെ ശ്രമം കൊണ്ട് പറ്റുകയില്ല. With my abilities or attempt, it ഞാൻ won't happen. അധ്വാനിച്ചുകൊണ്ടത് പറ്റത്തില്ല. My hard work will not prove it. അതിനെ നിർമ്മിച്ച അച്ചിലേക്ക് അത് തിരിച്ചു വിട്ടാൽ അത് സാധിക്കും. It should be taken into the place of the machinery where it was built. ദൂത് മനസ്സിലായോ? Hallelujah. നിന്റെ ശ്രമം കൊണ്ടും നിന്റെ അധ്വാനം കൊണ്ടും നിന്റെ പഠനം കൊണ്ടും നിന്റെ ജീവിതത്തിന്റെ തകർച്ചയെ മാറ്റുവാൻ സാധ്യമല്ല. നിന്നെ സൃഷ്ടിച്ചവന്റെ അടുക്കലേക്ക് നീ പടകേൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നീ പ്രതിയായി തീരുകയുള്ളൂ. Your abilities or your financial status, you won't be able to build up your life that is already broken and disappointed. But you hand your life over to the one who was created for you, and he will build it over you. Hallelujah. മനുഷ്യന് നഷ്ടപ്പെട്ടത് ദൈവജീവനാണ്. What man lost is the life of God. അവന് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. He lost the glory of God in his life. ദൈവിക സാന്നിധ്യം He നഷ്ടപ്പെട്ടു. lost the presence of God. എന്നാൽ തിരിച്ച് ദൈവജീവനിലേക്ക് മടങ്ങി വരികയും ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിത പടക കർത്താവിന്റെ കീഴിൽ There കൊടുത്തേ. is only one way that you can get back into the abundance of the life of God. The only way is give your life back to Jesus. യഹോവയായ ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, The Lord Jehovah told the prophet Jeremiah, യിരെമ്യാവേ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലോട്ട് പോകണം. Jeremiah, you get up and go to the potter's house. എന്തിനാ കുശവന്റെ വീട്ടിൽ പ്രവാചകൻ പോകുന്നത്? Why should the prophet go to the potter's house? അത് യിരെമ്യാവ് ചോദിച്ചില്ല. He didn't ask. ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിച്ച് യിരെമ്യാവ് കുശവന്റെ വീട്ടിൽ ചെന്നു. Just as the counsel of God, he went to the potter's house. അവിടെ പ്രവാചകൻ ചെല്ലുമ്പോൾ കുശവൻ ചക്രത്തിന്റെ മേൽ വേല When ചെയ്തുകൊണ്ടിരിക്കുകയാണ്. the prophet arrived at the house of the potter, he was working on the wheels. എന്ന് പറഞ്ഞാൽ പാത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. He was building a vessel. പ്രവാചകൻ അത് നോക്കിക്കൊണ്ട് The നിൽക്കും. prophet is looking at that. പെട്ടെന്ന് കുശവന്റെ കയ്യിൽ ഒരു പാത്രം കേടായി പോയി. Suddenly he saw a vessel is being broken in the hand of the potter. നമ്മുടെ കയ്യിൽ ഒരു മൺപാത്രം കേടായാൽ എന്ത് ചെയ്യും? What happens if a vessel of clay is broken in our hand? നമ്മളത് പുറത്ത് കളയും. We will throw it away. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ സഹോദരിമാരോട് മൺപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ All മനസ്സിലാകും. the young women here, they may not understand about the clay vessels. നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ്. You are all so blessed. നിങ്ങൾക്ക് അരക്കേണ്ട, ഇടിക്കേണ്ട, പൊടിക്കേണ്ട, ചതക്കേണ്ട, തുണി അലക്കേണ്ട, നീലം പിഴിയണ്ട, തീ ഊതണ്ട.
എന്നാൽ അമ്മമാർ നമ്മളെ പഠിപ്പിച്ച് മിടുക്കരാക്കി അയച്ചത് ഇങ്ങനെ കഷ്ടപ്പെട്ടാണെന്നുള്ളത് മറക്കരുത്. The young girls here are so blessed that everything that they have to do in a traditional way in a kitchen is all automated now and you don't have to do much. നാട്ടിലൊക്കെ ഇപ്പൊ മീൻ മേടിക്കാൻ പോവുകയാണെങ്കിൽ പറയും, അച്ഛാ വെട്ടി നുറുക്കി തരുന്നിടത്തുനിന്ന് മേടിക്കാവുള്ളൂ. When the husbands goes to the marketplace to buy a fish, the mamas will say, make sure that you bring the cut pieces. അപ്പൊ അതുപോലും ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. You don't even have to do that. കഴുകിയും കൂടെ തരികയാണെങ്കിൽ നല്ലതായിരുന്നു. If it is washed from the market, that will be a blessing. പലയിടത്തും ഭർത്താക്കന്മാർ അത് ചെയ്തും കൊടുക്കും. And even some places the husbands will do it. കോപ്പറേറ്റ് ചെയ്യുന്നത് വളരെ നല്ലത്. That's good to be a cooperative man. ധന്യരാണെന്നാണ് ഞാൻ പറഞ്ഞത്. What I mean to say is you are so blessed. കൂടുതൽ സമയം അതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വാർദ്ധരിച്ചോണം. And you should separate more time to prayer. Amen. Hallelujah. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അതെ, ഇവരെ ഈ കുശവന്റെ വീട്ടിൽ യെരമ്യാവ് ചെന്ന് നിൽക്കുക. So prophet Jeremiah is standing at the house of the potter. കേടായ പാത്രത്തെ കുശവൻ വെളിയിൽ കളഞ്ഞില്ല. And the potter did not throw away the broken vessel. വീണ്ടും ആ ചക്രത്തിൽ ഒന്നും കൂടെ വെച്ചു. And he put that on the wheel again. വെള്ളം തളിച്ചു. And put water on it. അത് വീണ്ടും കറങ്ങി വന്നു. And it started revolving again. കുശവൻ വിരൽ ചലിപ്പിച്ചു. And the potter was moving his finger. നല്ലൊരു പാത്രം വെളിയിൽ വന്നു. And it came out a beautiful ഒരു vessel. പൂജ വെളിയിൽ വന്നു. And a beautiful vessel came out. യെരമ്യാവ് നോക്കുമ്പോൾ ഒരു കറിച്ചട്ടി വെളിയിൽ വരുന്നു. And when he is saying a different shape of vessel is coming out. യെരമ്യാവ് നോക്കുമ്പോൾ പൂച്ചട്ടി വെളിയിൽ വരുന്നു. And when the prophet is looking, another one is coming out. അപ്പോൾ പ്രവാചകൻ ഒരു കാര്യം മനസ്സിലായി. Then the prophet realized one thing. ഇത് എന്നെ കൊണ്ട് സാധിക്കയില്ല, കുശവനെ കൊണ്ട് പറ്റും. I cannot do that, but the potter is able to do it. ഈ ദർശനം കൊടുത്ത ശേഷം യഹോവയായ ദൈവം യെരമ്യാവിനോട് ചോദിച്ചു. After giving this vision, the Lord is asking the prophet, യെരമ്യാവേ, കുശവൻ കളിമണ്ണിനോട് ചെയ്തത് എനിക്ക് ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാൻ കഴിയില്ലയോ? Jeremiah, what the potter has done to the clay, what I be able to do it to the nation of ഇന്ന് Israel? രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. The Holy Spirit is asking a question. കുശവൻ കളിമണ്ണിനോട് ചെയ്തത് ഉടയവന് നിന്നോട് ചെയ്യാൻ കഴിയില്ലയോ? What the potter has done to the clay, will the Lord be not able to do it in your life? കുശവൻ കളിമണ്ണിനോട് ചെയ്തത് സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന് നിന്റെ കുടുംബത്തോട് ചെയ്യാൻ കഴിയില്ലയോ? What the potter has done to the clay, the heavenly Father is able to do it in your family. കുശവൻ കളിമണ്ണിനോട് ചെയ്തത് നിന്റെ തലമുറയോട് ചെയ്യുവാൻ ദൈവത്തിന് കഴിയില്ലയോ? God is able to do it to the same to your generation what the potter has done to your generation. കർത്താവോട് നമുക്കൊന്ന് പറയാം, യഹോവേ, നിനക്കത് സാധിക്കും. Let us declare unto the Lord, Lord, you are able to do നിനക്കത് that. സാധിക്കും. Hallelujah, you can do that. നീ പണിയണമേ. Let നീ God മെനയ- me. നീ മെനയണമേ. You should make me. എന്നെ പണിയണമേ. Lord, mold me. എന്റെ കുടുംബത്തെ പണിയണമേ. Build up my എന്റെ family. കുഞ്ഞുങ്ങളെ പണിയണമേ. Build up my എന്റെ children. തകർച്ചയെ മാറ്റണമേ. Take away my എന്റെ broken ഉയർച്ചയെ മാറ്റണമേ. Take away my broken ഇന്ന് രാത്രി എന്നെ ഒരു മാനപാത്രമാക്കി തീർക്കണമേ. Lord, make me an honorable vessel to യേശു തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും നിരാശയിൽ ഇരിക്കുന്നവന്റെ പടക. Jesus always selected the boat, the owner of which is completely broken and disappointed. തകർന്നവനെയും ഉടഞ്ഞവനെയും അവൻ പുത്തനാക്കുന്നു. And everyone who are disappointed and broken, he renews them. സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഇതിന് When you കാണാം. go through the Gospels, you can see so many examples. എത്രയെത്ര തകർന്ന ജീവിതങ്ങളെയാണ് അവൻ പുത്തനാക്കി. He has built and rebuilt many broken lives. സമൂഹത്തിന് വേണ്ടാത്തവരെ അവൻ People പുത്തനാക്കി. who were not wanted in the society. കുടുംബത്തിന് വേണ്ടാത്തവരെ അവൻ People പുത്തനാക്കി. who were unwanted in their families. സ്നേഹിതന്മാർ കൈവിട്ടവരെ അവൻ People who പുത്തനാക്കി. were forsaken by their friends. ആ മുടിയൻ പുത്രന്റെ ചരിത്രം തന്നെ ഒന്ന് ചിന്തിച്ചു You നോക്ക്. think about the story of the prodigal son. എത്രയെത്ര തകർന്ന ജീവിതങ്ങളെയാണ് യേശു പുത്തനാക്കിയത്. Jesus has renewed so many broken lives. ആ മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ പിതാവ് അവൻ എന്തൊക്കെ കൊടുത്തു? What all did the father give to him when the prodigal son അവന് returned? വിശേഷ വസ്ത്രം കൊടുത്തു. He gave him a special cloth. അവന്റെ കൈക്ക് മോതിരമിടുകയും He gave him a ring in your finger. അവന്റെ കാലിന് ചെരുപ്പിടുകയും. And he gave him new sandals. ഇതിനൊക്കെ അർത്ഥമുണ്ട്, ആശയമുണ്ട്. There are spiritual meanings for each of അവനെ them. വിശേഷ വസ്ത്രം ധരിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവനെ ദൈവം നീതീകരിച്ചെന്നാണ്. When it says that he gave him special cloth, that means heaven sanctified him. അവൻ ഇട്ടോണ്ട് വന്നതിന്റെ കീറുന്നത് തുന്നിച്ചാ തിടിക്കാനല്ല പറഞ്ഞത്. He didn't say ask him to repair the old cloth and put it on him. ആ ഇട്ടോണ്ട് വന്നത് വാഷ് ചെയ്തിടിക്കാനല്ല He പറഞ്ഞത്. didn't even say wash your clothes and put it on again. അതൊന്ന് ഡ്രൈ വാഷ് ചെയ്തിടിക്കാനല്ല He പറഞ്ഞത്. didn't ask him to dry clean it and do it. അതങ്ങ് മാറ്റാനാ He പറഞ്ഞത്. said take it away. ഇന്ന്
രാത്രി ദൂത് മനസ്സിലാക്കി സ്തോത്രം ചെയ്തു. Hallelujah. You should be praising God if you understand the message. ഏറ്റെടുത്ത് കർത്താവിനെ You should മഹത്വപ്പെടുത്തണം. be praising God. പഴയത് മാറ്റാൻ അവൻ പറഞ്ഞത്. And he told him to take away the old one. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞതിന്റെ ആശയം? Did you understand the meaning of the word? പഴയ നിയമവും പുതിയ നിയമവും കൂടെ കൂട്ടി തുന്നരുത്. And what does it mean that don't try to stitch together the Old Testament and the New Testament? കർത്താവ് പറഞ്ഞു പഴയ തുണിക്കണ്ടവും പുതിയ തുണിക്കണ്ടവും കൂടെ ചേർത്ത് തുന്നിയാല് ചീന്തല് വലുതാകും. And Jesus said, if you stitch together the old cloth and the new cloth, it will begin to break. യേശു പറഞ്ഞു പുതിയ വീഞ്ഞ പഴയ തുരുത്തിയിൽ പകരരുത്. And Jesus said, the new wine should not be kept in the old leather bag. പകർന്നാൽ തുരുത്തി വീഞ്ഞ തുരുത്തിയെ പൊളിക്കും. Because the power of the wine will break away the vessel. എന്നതാ ഇതിന്റെയൊക്കെ അർത്ഥം? What does it mean? ന്യായപ്രമാണവും കൃപയുടെ പ്രമാണവും കൂടെ കൂട്ടി തുന്നരുത്. And what does it mean that the law in the Old Testament and the law of grace in the New Testament should not be combined together? യാഗം വേണം, കർമ്മം വേണം, പെരുന്നാൾ വേണം. You need all kinds of sacrifices, festivals and feasts. കൂദാശ വേണം, പുരോഹിതൻ വേണം. You need sacraments and priests. കൈയടിക്ക് പാടുകയും ചെയ്യണം. And you want to clap your hands and praise. ഇത് സാധ്യമല്ലെന്നാണ് യേശു പറഞ്ഞത്. What Jesus was saying was, this is not possible. ഒന്നുകിൽ നീ ന്യായപ്രമാണത്തിന്റെ ദാസൻ അല്ലെങ്കിൽ നീ കൃപയുടെ ദാസൻ. Either you be a slave of the law or you are a servant of Jesus. ന്യായപ്രമാണത്തിന്റെ തുരുത്തിയിൽ പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞിനെ അവൻ പകരുകയില്ല. And in the vessel of the Old Testament law, Jesus will not pour out the Holy Spirit in that. കൃപയുടെ തുരുത്തിയിൽ മാത്രമേ അവൻ തന്റെ റൂഹായെ പകരുകയുള്ളൂ. He will pour out the Holy Spirit only in the grace of the vessel. രണ്ട് പടകിൽ നിനക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. You cannot put your legs on two boards. രണ്ടേകമാരന്മാരെ നിനക്ക് സേവിക്കാൻ You കഴിയില്ല. cannot honor before two leaders. ഒന്നെങ്കിൽ നീ ന്യായപ്രമാണത്തിന്റെ അടിമ, Either you are a slave of the law in the Old Testament അല്ലെങ്കിൽ നീ കൃപയുടെ ദാസൻ. or you are a servant in grace. രാത്രി നിന്റെ ജീവിതത്തെ ഏതിനായി നീ ഏൽപ്പിക്കും? And tonight, which one you will select in your life? ഒന്നെങ്കിൽ നീ ജഡികൻ അല്ലെങ്കിൽ നീ ആത്മീകൻ. Either you are a flesh man or you are a spiritual person. ഒന്നെങ്കിൽ നീ പ്രാകൃതൻ അല്ലെങ്കിൽ നീ ആത്മീകൻ. Either you are a carnal personality or you are a spiritual personality. ന്യായപ്രമാണത്തിന്റെ മേൽ കർത്തൃത്വം നടത്തുന്നു അല്ലെങ്കിൽ നീ കൃപയുടെ ദാസൻ. Either you are under the dominion of the law in Old Testament or you are a servant of Jesus. ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നമ്മെ വിടുവിച്ച കർത്താവിനെ ദൈവമക്കൾ കരങ്ങൾ അഴിച്ചു കൊടുക്കുന്നു. It's Jesus who has redeemed us from the captivity of the law. Hallelujah. Hallelujah. Praise the Lord. രണ്ടും കൂടെ സാധിക്കുകയില്ല. Both cannot be maintained at the same time. വ്യക്തമായ ഡിസിഷൻ എടുക്കാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. And the Holy Spirit is counseling to you to take the right decision. ഇന്ന് രാത്രി നിങ്ങളുടെ രാത്രിയാണ്. Tonight is your night. ഇത് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സമയമാണ്. And this is the time that the Lord has given you. വ്യക്തമായ തീരുമാനത്തിലേക്ക് വന്നേ. You should come to a clear decision tonight. കൃപയുടെ നിയമത്തിലേക്ക് വന്നേ. And you should come to the law of grace. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. God is in need of you. ദൈവത്തിന് നിന്റെ പടക ആവശ്യമുണ്ട്. Jesus is looking at your body. ദൈവത്തിന് നിന്റെ ജീവിതം ആവശ്യമുണ്ട്. And Jesus wants your life tonight. ദൈവത്തിന് നിന്റെ കുടുംബത്തെ And ആവശ്യമുണ്ട്. Jesus wants your family. ദൈവത്തിന് നിന്റെ മക്കളെ ആവശ്യമുണ്ട്. Jesus wants your children. തകർച്ച വന്ന് ഭവിക്കുന്നതിന് മുൻപ് ഇന്ന് രാത്രി യേശു നിന്റെ പടകിനെ ചോദിക്കുകയാണ്. Before you get into kind of brokenness, Jesus wants to step in your boat. കൃപയുടെ പ്രമാണത്തിന് വേണ്ടി ജീവിതത്തെ ഏൽപ്പിക്കും. And let's surrender our lives for the grace. ഇവനെ വിശേഷ വസ്ത്രം ധരിപ്പിച്ചത് പിതാവ് അവനെ നീതീകരിച്ചതിനെ കാണിക്കുന്നു. And when we see that the Father gave him special cloth, that means that the Father justifies him. അവന്റെ കൈക്ക് മോതിരം ഇടുവിപ്പിച്ചത്, When it says he put a ring on his finger, മോതിരം ഒരു ആരംഭവും അവസാനവും ഇല്ലാത്ത റിംഗാണ്. and a ring represents something which does not have any beginning or an end. മകനെ, ആദ്യവും അവസാനവും ഇല്ലാത്ത അഥവാ തീർന്നു പോകാത്ത സ്നേഹത്താൽ ഞാൻ നിന്നെ വീട്ടിലേക്ക് അംഗീകരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. And what does it mean? That my son, I am inviting you into my house with love that does not have a beginning or an end. ദൈവ സ്നേഹത്തിന്റെ നീളം, That is the length of the love of അതിന്റെ God. വീതി, That is the width, അതിന്റെ ആഴം, the depth, അതിന്റെ ഉയരം, the depth and the height of the love of God. ആദ്യവും അവസാനവുമില്ല. And it does not have a beginning or അത് an end. അളക്കാൻ ആർക്കും സാധ്യമല്ല. And no one can measure it. ആ സ്നേഹം കൊണ്ടാണ് നമ്മെ വീട്ടിലേക്ക് ഇന്ന് രാത്രി പിതാവ്. And with that kind of love, Lord is asking us and inviting us into His house. ദൈവം സ്നേഹമാണ്. God is love. അവന്റെ കാലിന് ചെരുപ്പിടിപ്പിക്കാൻ പറഞ്ഞു. And He gave him new sandals. ചെരുപ്പ് ഇടിവിപ്പിച്ചതിന്റെ ആശയം, The meaning of that,
ഇവന്റെ അവകാശം മുഴുവൻ നഷ്ടപ്പെടുത്തിയവനാണ്. He lost all his inheritance. അപ്പന്റെ അവകാശം ചോദിച്ചു വാങ്ങി. And he asked for the inheritance. അപ്പനെ വിട്ട് വീട് വിട്ട് ദൂരദേശത്ത് പോയി. And he left his father's house and went away. സ്നേഹിതന്മാരോടുകൂടെ ജീവിച്ചു. And he lived with his friends. പട്ടണ പാപികളോടുകൂടെ ജീവിച്ചു. And he was living in a very sinful life. ദുർനടപ്പുകാരോടുകൂടെ ജീവിച്ചു. And he was with fornicators. അപ്പന്റെ മുതൽ മുഴുവൻ നാനാവിധം. And he destroyed all the money and the wealth that he had. അപ്പൻ പറയുകയാണ്, മകനെ നീ നിന്റെ അവകാശങ്ങൾ മുഴുവൻ നഷ്ടമാക്കിയവനാണെങ്കിലും ഇതാ വീണ്ടും നിനക്ക് അവകാശങ്ങൾ ഞാൻ Father is saying with that action that even though you had destroyed all the wealth that you had, but I'm giving you new inheritance. അവകാശം തിരികെ കൊടുക്കുന്നതിനെയാണ് ചെരിപ്പിടിപ്പിക്കുന്നത്. And the giving of the sandal represents that the inheritance is given back. അപ്പോൾ ഇന്ന് രാത്രി നമ്മളൊന്ന് മടങ്ങി വന്നാൽ, So tonight if you come back to the Lord, അതെ, ജീവിതം കർത്താവിനായിട്ട് ഏൽപ്പിച്ചാൽ, and if you surrender your life to Jesus, 4 കാര്യം കർത്താവ് നിങ്ങളിൽ ചെയ്യും. and God will give you will do 4 things in your life. ഒന്ന്, നിന്റെ സകല പാപങ്ങളെയും അവൻ ക്ഷമിക്കും. First of all, he will forgive all your sins. 2, അവൻ വിശേഷ വസ്ത്രം അഥവാ നീതിയുടെ ഉടുപ്പ് നിന്നെ ധരിപ്പിക്കും. And secondly, he will give you a special cloth, the cloth of justification. 3, നിന്നെ തീർന്നു പോകാത്ത സ്നേഹത്താൽ വീട്ടിലേക്ക് അംഗീകരിക്കും. And thirdly, he will invite you into his house with abundance of love. 4, നഷ്ടപ്പെട്ട അവകാശങ്ങൾ നിനക്ക് തിരികെ തരും. And fourthly, he will give you the inheritance that you lost. മനസ്സിലായവരെല്ലാവരും ഹല്ലേലൂയ. Hallelujah, hallelujah. അങ്ങനെയെങ്കിൽ ഈ രാത്രി എന്റെ രാത്രിയാണ്. Or if that is the case, tonight is my night. ഇതെന്റെ ജീവിതത്തെ ഞാൻ കർത്താവിന്റെ മേൽ കൊടുക്കുന്ന And രാത്രിയാണ്. tonight is the night that I will hand over my life to അവൻ Jesus. എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന രാത്രിയാണ്. Tonight is the night the Lord will do a miracle. സുഹൃത്തേ, നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്ന രാത്രിയാണ്. Amen. Tonight is the night that the Lord will write your name in the book of ഈ life. രാത്രി മുതൽ ദൈവം നിന്നെ സ്വർഗീയ കുടുംബക്കാരനാക്കാൻ പോകുകയാണ്. From tonight onwards, God is going to make you a member of the heavenly family. ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം. This is the blessed time. ഇപ്പോൾ ആകുന്നു And രക്ഷാദിവസം. this is the day of salvation. നിന്റെ രക്ഷകനെ കണ്ടെത്തേണ്ട രാത്രി ഇതാണ്. And this is the night that you have to meet your Savior. ഈ സമയം പാഴാക്കരുത്. And you should not waste this time. ഈ സമയം പാഴാക്കാൻ പാടില്ല. And you should never waste this time. യേശു നമ്മെ മാടി വിളിക്കുക. And Jesus is inviting you. ഹല്ലേലൂയ. Amen. ഏറ്റവും നിരാശയിലിരിക്കുന്നവരെയാണ് അവൻ തിരഞ്ഞെടുത്തത്. Jesus is looking for people who are completely broken. ഇവിടെ യേശു തിരഞ്ഞെടുത്ത പടക് എങ്ങനെയുള്ളവരുടേതായിരുന്നു? നമ്പർ 2. And we saw what kind of the people's boat Jesus is seeking. കർത്താവ് ഇവരെ വിളിക്കുമ്പോൾ When Jesus calls them, ഇവരെ വല കഴുകിക്കൊണ്ടിരിക്കുകയായി. they were preparing and washing their nets. അപ്പോൾ യേശു എങ്ങനെയുള്ളവരുടെ പടകാണ് ചോദിക്കുന്നത്? So what kind of people are Jesus asking for ഒരു boats? കഴുകലിന്റെ അനുഭവത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവരുടെ പടകാണ്. And those who are interested in coming to a washing experience. Praise God. Amen. ഒരു ഊപ്പമീൻ പോലും പിടിച്ചില്ലേലും വല കഴുകണം. They couldn't, even though they didn't catch a single fish, still they have to wash their nets. മീൻപിടുത്തവുമായിട്ട് അല്പമെങ്കിലും പരിചയമുള്ളവർക്ക് ഏറെ മനസ്സിലാവും. Those who are familiar with the fishing, they will understand that. മുക്കുവൻ മീൻപിടുത്തക്കാരൻ വല വെള്ളത്തിൽ ഇറക്കിയാൽ ആ വല നന്നായി കഴുകിയേ വീണ്ടും സൂക്ഷിക്കുകയുള്ളൂ. A fisherman, when he throws his net in the water for fishing, once he comes back, he will always wash it and keep മീൻ it. പിടിച്ചാലും ഇല്ലേലും അങ്ങനെ ചെയ്യും. Whether he catch fish or not, he will always wash it. അതിന്റെ കാരണം The reason for that, വെള്ളത്തിലെ മലിനത ഇതിന് നൂലിൽ പിടിക്കും. because the bad things or the water will get into the cracks of the net. വല കഴുകി സൂക്ഷിച്ചില്ലെങ്കിൽ നൂല് ദ്രവിച്ചു പോകും. If that net is not washed, it will be decayed. അതിനാണ് മീൻപിടുത്തക്കാരൻ വല കഴുകുന്നത്. That is why he washed the net. അപ്പോൾ ജീവിതത്തിൽ ഒരു കഴുകൽ ആവശ്യമാണെന്നാണ് പറഞ്ഞത്. What I mean to say is that you need a washing in your life. ഈ ലോകമാകുന്ന സാഗരത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. We are all living in this world which is a sea. നമുക്കൊരു കഴുകൽ We ആവശ്യമാണ്. all need a washing. ഒരു ശുദ്ധീകരണം We ആവശ്യമാണ്. need a ഒരു sanctification. ചേഞ്ച് We ആവശ്യമാണ്. need a change in our life. ഇന്ന് രാത്രി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾക്കൊരു ശുദ്ധീകരണം ആവശ്യമല്ലേ? Think about your life. Don't you think that you need a sanctification നിങ്ങളുടെ tonight? കുടുംബ ജീവിതത്തിൽ ഒരു കഴുകൽ ആവശ്യമല്ലേ? You need a washing in your family life. നിന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം You ആവശ്യമല്ലേ? need a sanctification in your social life. നിശ്ചയമായും ഒരു കഴുകൽ ആവശ്യമാണ്. Definitely and certainly you need a washing tonight. തന്റെ തെറ്റുകളെ മറച്ചു വെക്കുന്നവർ ശുഭം വരികയില്ല. Those who hide his sins will not prosper. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർ കരുണ But ലഭിക്കും. those who acknowledge before the Lord will be rewarded. Amen. പല കുടുംബങ്ങൾ
കുടുംബങ്ങളിലും അപശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും. In many families we can see different kinds of voices. നല്ല പാന്റും സൂട്ടും ഒക്കെ ഇട്ടാണെങ്കിലും വീട്ടിനകത്ത് പ്രശ്നമാണ്. Even though you look very good externally, there are problems in your families. കാണുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. When you are very smiling and pleasant outside. അച്ചായെന്നൊക്കെയാ വിളിക്കുന്നത്. You are respecting your പക്ഷേ husband. അകത്ത് പ്രശ്നങ്ങളാണ്. But inside you have problems. അകത്ത് തകർച്ചയാണ്. And there is brokenness അകത്ത് inside. നിരാശയാണ്. There is disappointment ഒരു inside. ശുദ്ധീകരണം ആവശ്യമാണ്. You need a sanctification tonight. ഒരു കഴുകൽ ആവശ്യമാണ്. You need a washing tonight. കാണുമ്പോ ചിരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും Even though you look so pleasant and smart outside, ആ ഗ്രിൽഡ് ചിക്കനൊക്കെ ഒന്നിച്ചിരുന്നൊക്കെ സാപ്പിടുന്നുണ്ടാകാം. maybe you are enjoying the meal with others, അകവും കത്തുക. but your inside is burning. ഒരിക്കല് ഒരു മനുഷ്യന്റെ ഭാര്യയെ പശു തൊഴിച്ചു കൊന്ന കഥയുണ്ട്. Once I have heard a story where somebody's wife was killed by a cow. അപ്പോൾ അനുസ്മരണ പ്രസംഗം നടത്തിയപ്പോ The memorial service was going on, ഭർത്താവ് പറഞ്ഞു എന്റെ ഭാര്യയെ പശു തൊഴിച്ചാണ് അവൾ മരിച്ചുപോയത്. and the husband said that the cow killed my wife. ഈ പ്രസംഗം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രസംഗം കേട്ടോണ്ടിരുന്ന ഒരുത്തൻ ചെന്ന് രഹസ്യമായിട്ട് ഇപ്പോഴുള്ള ചെവി പറഞ്ഞു, നീ ആ പശുവിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ പറയണം, ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. After the message was done, one of the people who were listening to that message went to this person and secretly told him that if you are planning to sell that cow, let me know. നമ്മൾ ചിരിച്ചെങ്കിലും പലയിടത്തും സാഹചര്യം ഇതൊക്കെ തന്നെ. Even though we laughed, this is the case in many families. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഇന്നത്തെ നിന്റെ ഭാര്യയെ പുനരുത്ഥാനത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉയർപ്പിന് ശേഷം വിവാഹം ഉണ്ടെങ്കിൽ, വിവാഹമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇന്നത്തെ ഭാര്യയെ അന്ന് ഭാര്യയായി സ്വീകരിക്കുമെന്ന് ചോദിച്ചു. And somebody once asked a believer, let's say if there is wedding after resurrection, there is no wedding after resurrection, but if it is, will you marry your wife of this age? ഇന്നത്തെ ഭർത്താവിനെ നിങ്ങൾ ഭർത്താവായിട്ട് Will സ്വീകരിക്കുമോ? you take your same husband or your husband after resurrection? നമ്മളെ തല ഉയർത്തിയൊക്കെ നോക്കും. And we will lift up our head and look around. എല്ലാരും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ If everybody is willing to do so, നമ്മൾ ഒന്ന് വശപ്പെടും. we will say, okay, we will do it. പുറം തിരിഞ്ഞു പോകുന്നവരുണ്ടെങ്കിൽ ആ കൂടെ നമ്മൾ സ്ഥലം വിടും. And if many people return, we will also join them. തകർച്ചകൾ പലയിടത്തുമുണ്ട്. And there is brokenness in many places. എങ്കിൽ ഇന്ന് രാത്രി ഒരു കഴുകൽ ആവശ്യമാണ്. But tonight you need a washing. ഒരു ശുദ്ധീകരണം You ആവശ്യമാണ്. need a cleansing ഒരു tonight. മടങ്ങിവരവ് You ആവശ്യമാണ്. need a coming back tonight. നിന്റെ ജീവിതത്തിൽ ഒരു വെടിപ്പാക്കൽ You ആവശ്യമാണ്. need a sanctification tonight. Praise God. Hallelujah. വല കഴുകുന്നവന്റെ പടകാണ് യേശു ചോദിക്കുന്നത്. Jesus is looking for those people who are washing their nets. ആ പടകിനെയാണ് കർത്താവ് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. God is going to fill those kind of boats. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. Hallelujah. ശുദ്ധീകരണത്തിന്റെ ആവശ്യം എന്താ? Why do you need a cleansing? ഒന്ന്, Firstly, ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. because the desire of the Lord is that you be holy. രണ്ട്, Secondly, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണില്ല. without sanctification or holy life, no one will ever see God. മൂന്ന്, Thirdly, ഒരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ ഒരു ശുദ്ധീകരണം if ആവശ്യമാണ്. you are expecting a miracle in your life, you need a cleansing. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ അതുണ്ട്. It says in the book of Joshua 3rd chapter, യോർദാൻ കടക്കാൻ നിൽക്കുകയാണ് ഇസ്രായേൽ. the nation of Israel is about to cross over Jordan, പക്ഷേ യോർദാൻ കവിഞ്ഞൊഴുകുകയാണ്. but Jordan is overflowing. യഹോവയായ ദൈവം യോശുവയോട് സംസാരിച്ചു. The Lord is speaking to Joshua. നീ ജനത്തോട് പറയണം, Joshua, speak to the people. ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. Let this day be a day of sanctification. നാളെ യഹോവ ഒരു അത്ഭുതം ചെയ്യും. And tomorrow God will do a miracle among you. അപ്പൊ അത്ഭുതത്തിന് മുൻപ് ശുദ്ധീകരണം So ആവശ്യമാണ്. before the day of miracle, there should be a cleansing. നമ്മുടെ സഭയിൽ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നെങ്കിൽ, If you are expecting a miracle in the church, നമ്മുടെ കുടുംബത്തിൽ ഒരു അത്ഭുതം if you are പ്രതീക്ഷിക്കുന്നെങ്കിൽ, expecting a miracle in your family, നമ്മുടെ തലമുറയിൽ ഒരു അത്ഭുതം if you പ്രതീക്ഷിക്കുന്നെങ്കിൽ, are expecting a miracle in your generation, ഇന്ന് രാത്രി നമുക്കൊരു കഴുകൽ and ആവശ്യമാണ്. tonight you need a cleansing from the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കഴുകൽ ഉള്ളിടത്ത് മാത്രമേ അത്ഭുതം And the നടക്കൂ. miracle will take place only when there is cleansing. ശുദ്ധീകരണത്തിന്റെ നാലാമത്തെ ആവശ്യം, The fourth requirement of cleansing, നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുവാൻ ഒരു കഴുകൽ in ആവശ്യമാണ്. order to gain back the one that you have lost, you need a cleansing. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായി. And a woman had 10 coins. അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു. She lost one of them. 9 എണ്ണം ഉണ്ട്. She had 9, പക്ഷെ അവൾ അലസത കാണിച്ചില്ല. but she was not lazy. നഷ്ടപ്പെട്ട ഒന്നിന്റെ പുറകെ പോവുക. And she decided to go after the lost one. വീട്ടിലായി ദ്രഹ്മ നഷ്ടപ്പെട്ടത്. And this coin was lost inside the house. അവൾ എന്ത് ചെയ്തു?
What did she do? വിളക്ക് കത്തിച്ചു, She lighted up the lamp. വീട് അടിച്ചു വാരി, She cleaned the house. സൂക്ഷ്മത്തോടെ അന്വേഷിച്ചു, And she diligently searched for it. സൂക്ഷ്മത്തോടെ And അന്വേഷിച്ചു. she diligently looked for it. അപ്പോൾ അതിരമ്മ കിട്ടിയത്. Then she found it. നോക്കണേ, വിളക്ക് കത്തിക്കണം, You have to light up the lamp. അടിച്ചു വാരണം, You have to clean it. സൂക്ഷ്മത്തോടെ And അന്വേഷിച്ചു. you should search diligently. ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമേ നീ അങ്ങ് ക്ഷമിക്കണേ. And we usually say, well, if I have done any mistake, forgive me. ഇതാ നമ്മുടെ പ്രാർത്ഥന. That is what we pray. അതല്ല വേണ്ടത്. That is what എവിടെയാ expected of us. പരാജയം എന്ന് നീ സൂക്ഷ്മത്തോടെ And അന്വേഷിക്കണം. you should search diligently and find out where you have failed. ആദ്യം വിളക്ക് കത്തിക്കണം. You should first light up the lamp. വിളക്കെന്ന് പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. And the lamp represents the word of ഈ God. വചനത്തിന്റെ പ്രകാശനത്തിലാണ് എവിടെയാ തകരാറെന്ന് കണ്ടുപിടിക്കുക. And only in the light of the Holy Scriptures that you will be able to find out your brokenness. വചനം പരിശോധിക്കുമ്പോൾ പോരായ്മ And മനസ്സിലാവും. when you go through the Scriptures, you will understand your failures. ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുൻപിൽ നിങ്ങളെ കാണാം. And you should see yourself in front of the mirror, which is word of God. അവിടെ മാത്രമേ നിങ്ങളുടെ തകരാറ് മനസ്സിലാകൂ. Only in that place you will be able to find out your failures. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടാനായിട്ട് ഒരു കഴുകൽ ആവശ്യം. So in order to gain back what you have lost, you need a cleansing. പ്രവാചകനായ ഏലീശ കൂടെ ശിഷ്യന്മാരുടെ കൂടെ മരം മുറിക്കാൻ പോയി. And even the prophet Elisha went to cut the wood along with his disciples. ഒരുത്തൻ മരം മുറിച്ചപ്പോൾ അവന്റെ കോടാലി ഊരി വെള്ളത്തിൽ പോയി. While he was cutting the tree, one of their axe went into the river. അവൻ അലറിക്കരഞ്ഞു, He started crying, യജമാനനെ, Master, അത് വായ്പ വാങ്ങിയതായി, that was something that I have rented അത് from വായ്പ someone, വാങ്ങിയതാ. and I have rented it out. എലീശ ചോദിച്ചു, എവിടാ പോയത്? And Elisha asked him, where did it go? ദേ എവിടാ പോയത്? He told them, pointed to the place and he ഒരു മർമ്മം നിങ്ങൾ ഗ്രഹിക്കണം. you have to understand a mystery ഒരു there. വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി എറിഞ്ഞ് ഇരുമ്പിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ പ്രവാചകന് കൃപയുണ്ട്. And this prophet had the grace to stretch out a branch of the tree and bring that axe back up. അങ്ങനെയെങ്കിൽ അത് എവിടാ പോയെന്നൂടെ കണ്ടുപിടിക്കാൻ കൃപയില്ലയോ? And if he is able to do so, why can't he just find out where it is gone? പ്രവാചകന് സാധിക്കും, Prophet could do it. പക്ഷെ എവിടാ പോയെന്ന് നീ പറയണം. But you have to tell him where it is lost. മനസ്സിലായല്ലോ? സ്തോത്രം പറഞ്ഞാൽ എവിടാ പ്രാർത്ഥന കുറഞ്ഞതെന്ന് പറ. You should tell him where you lost your prayer. എവിടാ ഉപവാസം നിന്നോന്ന് പറ. You should tell him where you stopped the fasting. എവിടെയാ ആത്മഭാരം അവസാനിച്ചു എന്ന് പറ. Where did you lose the burden and spirit? You have to tell him. എവിടെയാ തീഷ്ണത കുറഞ്ഞു പോയതെന്ന് പറ. Where did you lose your zeal? എവിടെയാ മയക്കം സംഭവിച്ചത് ഇന്ന് രാത്രി നീ കർത്താവിനോട് പറയണം. And you should tell God where you began to slumber. ആ വലിയ പ്രവാചകൻ നമ്മുടെ നടുവിൽ And the വന്നിട്ട് great prophet is in our midst. അവൻ അത്ഭുതം ചെയ്യാൻ And മതിയായവനാണ്. he is able to do a miracle in your life. ഞാനും നിങ്ങളോട് പറയേണ്ടത് പരാജയം എവിടെയാ You സംഭവിച്ചത്. have to tell him completely that where you failed. അത് മൂടി വെച്ചോണ്ട് പോകരുത്. You shouldn't be hiding it. ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചേ മടങ്ങാവൂ. You should acknowledge it and confess it before God. കഴുകലിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെയാണ് യേശുവിന് വേണ്ടത്. Jesus is looking for people who are willing to cleanse ആ themselves. ജീവിതത്തെയാണ് അവൻ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. Those kind of lives he will fill it. അവരിലാണ് അവൻ അത്ഭുതം ചെയ്യാൻ And in ആഗ്രഹിക്കുന്നത്. those people he will do a miracle. ആ പടകാണ് യേശുവിന് വേണ്ടത്. That kind of boat is what Jesus is ഇന്ന് രാത്രി looking എത്ര for. പേര് ഒരു കഴുകലിനായിട്ട് ആഗ്രഹിക്കും? And how many of you look for a desire for a cleansing tonight? വേണ്ട എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ If you think you don't need a cleansing, എന്ത് സംഭവിക്കുന്നൂടെ പറയാം. let me tell you what happens. ശിഷ്യന്മാരുമായി യേശു പെസഹ ഭക്ഷിക്കാനിരുന്നു. Disciples, Jesus is sitting down to celebrate Passover. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ ഇറങ്ങിച്ചു. And Jesus started washing the feet of the disciples. പത്രോസിന്റെ അടുക്കൽ ചെന്നു. He went to Peter. പത്രോസ് പറഞ്ഞു, നീ എന്റെ കാല് കഴുകാൻ പാടില്ല. Peter said, Lord, don't do it. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പന്തിയിൽ And അവകാശം. Jesus said, if you won't let me wash your feet, you are not part of me. അങ്ങനെയാണെങ്കിൽ എന്റെ തലയിൽ കൂടെ കഴുകണോ? And then Peter said, if that is the case, cleanse me completely, O Lord. യേശു പറയുകയാണ്, തല കഴുകേണ്ട ആവശ്യമില്ല, കുടിച്ചിരിക്കുന്നവൻ മുഴുവൻ ശുദ്ധനാവും. And Jesus said, you have taken shower and you don't need to wash the whole body. നിന്റെ കാല് കഴുകിയേച്ചാൽ മതി. But only your feet needs to be cleansed. കാല് നടപ്പിനെ കാണിക്കുന്നതാണ്. And if the leg is representing your നടപ്പ് walk, ജീവിതത്തെ and കാണിക്കുന്നതാണ്. your walk represents your life. ജീവിതത്തിൽ നീ കഴുകൽ പ്രാപിക്കുന്നില്ലെങ്കിൽ യേശുവിന്റെ കൂടെ പന്തിയിലിരിക്കാൻ If you are not willing to be cleansed in your life, you will not enter into the kingdom of God. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊരു കഴുകൽ And if ആവശ്യമാണ്. that is the case, you and me need a cleansing tonight. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ For the blood of ശുദ്ധീകരിക്കുന്നു. Jesus Christ will cleanse us from all Amen. kinds of sin in our life. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ The blood of ശുദ്ധീകരിക്കുന്നു. Jesus will cleanse us from all sins. വിശ്വാസമുള്ള അനുഭവമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഹല്ലേലൂയ പറഞ്ഞാൽ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ The blood ശുദ്ധീകരിക്കുന്നു. of Jesus will cleanse us from all sin and will sanctify us.
യേശുവിന് ആവശ്യം കഴുകൽ പ്രാപിക്കുന്നവനെയാണ്. Jesus is looking for people who are willing to be cleansed. മൂന്നാമത്തെ മെസ്സേജ്, Third message, യേശു പറയുന്നത് എന്തും ചോദ്യം ചെയ്യാതെ അനുസരിപ്പാനുള്ള മനോഭാവമുള്ളവരെയാണ് കർത്താവിന് and ആവശ്യം. Jesus is looking for who will completely obey what Jesus commands them without asking him back. കർത്താവ് പറഞ്ഞു ഇവിടെയോട്ട് വലയിറക്കാൻ പറഞ്ഞു. Jesus asked him, put the net here. പത്രോസ് പറയാ, നാഥ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, Peter says, Lord, we have tried hard the whole night. ഒന്നും കിട്ടിയില്ല. We did not get anything. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിക്കണം. You should take notice of the next verse. എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. Even so, even though we didn't get anything, but because of your word, I will cast the net. രാത്രി മുഴുവൻ വലയിറക്കിയിട്ട് ഒരു ചെറുമീൻ പോലും പിടിക്കാൻ പറ്റിയില്ല. They couldn't catch a single fresh fish, even though they tried hard. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടേതാണ്. That is our responsibility. We take the responsibility of that. ഈ വലയുടെ ഉത്തരവാദിത്വം നിനക്കാണ്. But now on, you are responsible for this net. ഈ വലയിറക്കുന്നത് നിന്റെ വാക്കനുസരിച്ച്. And I'm casting this net out on your words. ഇതിന്റെ ഉത്തരവാദിത്വം നിനക്കാണ്. And you will hold the responsibility of this. ഇന്ന് രാത്രി അവന്റെ വാക്കനുസരിക്കുവാൻ നീ തീരുമാനമെടുത്താൽ If you decide to obey his words tonight, ആ വല ശൂന്യമായിരിക്കും. and that net will never be ആ empty. പടക് ശൂന്യമായിരിക്കും. And that boat will never be അത് empty. നിറയാൻ പോകുകയാണ്. And it is going to be filled up. അവൻ മാനസാന്തരപ്പെടാൻ പറഞ്ഞാൽ നീ If you മാനസാന്തരപ്പെടാം. ask him to be repented, be repenting. അവൻ സ്നാനപ്പെടാൻ പറഞ്ഞാൽ നീ If സ്നാനപ്പെടാം. you ask him to get baptized, be willing to do that. വേർപെട്ട് ആരാധിക്കാൻ പറഞ്ഞാൽ നീ വേർപെട്ട് If you ask ആരാധിക്കണം. him to separate yourself and worship, do ജീവിതത്തിൽ it. ചിലതൊക്കെ ഉപേക്ഷിക്കാൻ അവൻ പറയുമ്പോൾ നീ ഉപേക്ഷിക്കാൻ If you ask തയ്യാറാണ്. him to forget and forsake something in your life, be willing to do it. അവന്റെ വാക്കനുസരിക്കുന്നവർക്കാണ് നന്മ ഒരുക്കുന്നത്. And he will give blessings to those people who will obey him. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില ഹൃദയങ്ങളോട് And the Holy സംസാരിക്കുക. Spirit is dealing with some hearts tonight. സമയം മാറ്റിവെക്കരുത്. And don't change നാളത്തേക്ക് മാറ്റിവെക്കല്ലേ. നാളത്തേക്ക് and മാറ്റിവെക്കരുത്. don't put it on for tomorrow. ഇന്ന് രാത്രി തന്നെ സമർപ്പിക്കപ്പെടണം. And tonight you have to surrender. മാനസാന്തരപ്പെടണം. And you should be repenting. രക്ഷയുടെ നിശ്ചയം പ്രാപിക്കണം. And you should come to the salvation. കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ You should be തീരുമാനിക്കണം. willing to accept the commandment നിന്നെ of God. തേടി യേശുവിടെ വന്നിരിക്കുന്നു. And the Lord Jesus is നിന്റെ here. പടക് നിറയ്ക്കാൻ യേശുവിടെ And വന്നിരിക്കുന്നു. He is here to fill you നിനക്ക് tonight. വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ യേശുവിടെ And He വന്നിരിക്കുന്നു. is here to do a miracle for ഇന്ന് you. രാത്രി അവൻ നിന്നെ മാടി വിളിക്കുകയാണ്. And tonight He is inviting you. അവന്റെ വാക്കനുസരിക്കുന്നവർക്കാണ് അവൻ നന്മ And നൽകുന്നത്. He is going to give goodness to those people who accept Him. പെരുത്ത മീൻകൂട്ടം വലയിൽ. They had a big catch on that night. ഈ മീനെല്ലാം ഇവിടുന്ന് വന്നതാണ്. Where did all this fish come from? ഞാൻ രണ്ട് ചിന്തകൾ പറയാം. I can share two thoughts. ഒന്നുകിൽ കർത്താവ് വിളിച്ചു വരുത്തിയതാണ്. Maybe Jesus called all these fish. ശൂന്യതയിൽ വിളിച്ചു വരുത്താൻ അവന് മാത്രമേ And കഴിയൂ. He had the authority to call out everything from emptiness. പ്രവാചകൻ പറഞ്ഞു, ഈ താഴ്വരയിൽ നീ കുഴികളെ കുഴിക്കുക. And the prophet said, dig out holes in this empty land. മഴ ഉണ്ടാകുകയില്ല, There won't be rain. കാർമേഘം ഉണ്ടാകുകയില്ല, There is no cloud. പക്ഷേ കുഴികൾ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കും. But the holes will be filled with water. ഈ താഴ്വരയിൽ നീ കുഴികളെ കുഴിച്ചാൽ, വിശ്വാസത്താൽ കുഴിച്ചാൽ ദൈവം അതിനെ നിറയ്ക്കും. If you dig holes in this valley by faith, God will fill it up. ശൂന്യതയിൽ വിളിച്ചു വരുത്തി തരാൻ അവന് മാത്രമേ The കഴിയൂ. Lord is able to call out Amen. everything from emptiness, from അവൻ void. വിളിച്ചു വരുത്തി തന്നു. And He called it and gave it to ഞാൻ them. ദൈവമക്കളോട് പറയട്ടെ, ജീവിതത്തിന്റെ പുറകിലത്തെ തിരിഞ്ഞു നോക്കിക്കേ. And be thinking, look back to your life and see your എത്ര life. എത്ര അവകാശങ്ങൾ നന്മകൾ അവൻ വിളിച്ചു വരുത്തി And തന്നു. how many blessings, how many inheritance the Lord has given you. സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? ആരാധിക്കാതിരിക്കാൻ കഴിയുമോ? അവൻ വിളിച്ചു വരുത്തി തരുന്ന കർത്താവാണ്. The Lord who will call. നിന്റെ ശൂന്യതയിൽ ഇന്ന് രാത്രി അവൻ വിളിച്ചു വരുത്തി And തരും. even in the Amen. empty God will bring ഇന്ന് it back. രാത്രി ഒരു അത്ഭുതത്തെ വിളിച്ചു വരുത്തും. And Jesus will call out a ആമേൻ. miracle for you. അത് എന്റെ അത്ഭുതമാകട്ടെ, എന്റെ അത്ഭുതമാകട്ടെ, എന്റെ അത്ഭുതമാകട്ടെ, എനിക്ക് വേണ്ടി ആകട്ടെ എന്ന് വിശ്വസിക്കുന്നവരൊക്കെ കരങ്ങൾ ഉയർത്തി കർത്താവേ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഒന്നുകിൽ അവൻ വിളിച്ചു വരുത്തിയതായിരിക്കാം, Maybe He had called out all these fish, അല്ലെങ്കിൽ അവൻ പുനർ സൃഷ്ടി നടത്തിയതായിരിക്കാം. or He might have recreated the fish. അവൻ റീക്രിയേഷൻ നടത്തുന്ന കർത്താവ്. And He is a God who is able to do recreation. അവൻ നമ്മുടെ ശരീരത്തിലും അത് ചെയ്യാൻ He is മതിയായത്. able to do it even on our bodies. ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ പുത്തനാക്കാൻ അവനെ He is able കഴിയത്തുള്ളൂ. to renew and Amen. rejuvenate the cells that are dying. ഉടഞ്ഞതിനെ പുത്തനാക്കാൻ അവനെ And also കഴിയത്തുള്ളൂ. property, He is able to make it അവൻ new. സൃഷ്ടിതാവാണ്. And He is the creator ഇന്ന് God. രാത്രി എത്ര പേർക്ക് ആ സൃഷ്ടിയുടെ കരം ആവശ്യമാണ്? How many of you need the Amen. creator ആ tonight? സൃഷ്ടിപ്പിന്റെ കരം ഇന്ന് രാത്രി എനിക്ക് ആവശ്യമാണ്. And I need the hand of the creator
Yes. ആമേൻ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. And my God is the God കർത്താവേ, of നീ ഒരു wonders. പുനർസൃഷ്ടി നടത്തണമേ. And He is the God who will എന്റെ ശരീരത്തിൽ ഒരു പുനർസൃഷ്ടി നടത്തണമേ. recreate me tonight. എന്റെ കുടുംബത്തിൽ ഒരു പുനർസൃഷ്ടി God, do നടത്തണമേ. a recreation in my ഞാൻ ഇന്ന life ഇന്ന tonight. വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ശരീരത്തിൽ ഒരു പുനർസൃഷ്ടി നടത്തണമേ. Lord, the people whom I am praying for, let's be a recreation in their lives tonight. അവന് മാത്രമേ അത് കഴിയൂ. And He is the only one who can do it in your life. കുളക്കരയിൽ 38 ആണ്ടായിട്ട് ഒരുത്തൻ കിടക്കുന്നു. And there's the man at the side of the pond for 38 years. നിങ്ങൾക്കറിയാമോ, യേശു ജനിക്കുന്നതിന് മുമ്പേ ഇവൻ ഇവിടെ വന്ന് കിടക്കാം. He is near the pool for even before Jesus was born. യേശുവിനെ സന്ധിക്കുമ്പോൾ ഒരുപക്ഷേ കർത്താവിന് 32 വയസ്സ് കാണും. When he met Jesus, maybe Jesus was 32 years. ഇവൻ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 38 He ആണ്ടായി. has been there for 38 long years. അപ്പൊ ഇന്ന് വരെ ഇവനൊന്നും പ്രാപിക്കാൻ But കഴിഞ്ഞില്ല. even until this day, he was never able to receive it. യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? Jesus asked him, do you want to be healed? അവൻ പറഞ്ഞു, എങ്ങനെ സാധിക്കും? He said, how can it be എനിക്ക് possible? മുൻപേ കുളത്തിൽ വേറൊരുത്തൻ ഇറങ്ങുന്നു. And the water stirs up. ഞാൻ ചെല്ലുമ്പോൾ വേറൊരുത്തൻ ഇറങ്ങുകയാണ്. Before I go, somebody else get it. എനിക്ക് കഴിയുന്നില്ല, I am not able to do എനിക്ക് so. സാധിക്കുന്നില്ല, I am not able to do so. എന്നെ കൊണ്ട് പറ്റുന്നില്ല, I can't do that. എനിക്ക് മുന്നോട്ട് പോകാൻ I കഴിയത്തില്ല. cannot move forward. പക്ഷെ യേശു ചോദിക്കും, നിനക്ക് മനസ്സുണ്ടോ? Jesus is asking, do you want to be healed? ഇന്ന് വരെ നീ കണ്ടിട്ടുള്ള പദ്ധതിയല്ല ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. You are not going to see something that you can see in your life. ഇന്ന് വരെ നീ പരിചയിച്ചിട്ടുള്ള പദ്ധതിയല്ല ദൈവം നിനക്ക് വേണ്ടി You are ഒരുക്കുന്നത്. not going to do something that you are familiar അവനൊരു with. Your life. പുനർസൃഷ്ടിയുടെ പദ്ധതിയാണ് നിനക്ക് വേണ്ടി He has ഒരുക്കിയിരിക്കുന്നത്. a plan to recreate ആ something in കരങ്ങൾ your life. അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ നീ പരിചയിച്ചിട്ടില്ലാത്ത ഒരു പുനർസൃഷ്ടിയുടെ പദ്ധതി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അത് ഈ രാത്രി സംഭവിക്കട്ടെ. ഈ രാത്രി ചില ശരീരത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ രാത്രി അത്ഭുതത്തിന്റെ രാത്രിയായി മാറട്ടെ. ബലഹീനത മാറട്ടെ. വേദന മാറട്ടെ. രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. എല്ലാ ക്രമങ്ങളും മാറിപ്പോകട്ടെ. അവന്റെ പക്കൽ എനിക്ക് വേണ്ടി ഒരു പുതിയ പ്രോഗ്രാം ഉണ്ട്. With him, he has a new plan for me. ഞാൻ കണ്ടതും പരിചയിച്ചതും ഒക്കെ നോക്കിക്കൊണ്ടാ പറയുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. He is looking at everything that he is familiar with and he is saying, I'm not able to do അത് it. കണ്ടുകൊണ്ടാ ഞാൻ പറയുന്നത് എനിക്ക് സാധ്യമല്ലെന്ന്. I'm looking at things that I'm familiar with and saying, I'm not able to do it. എന്നാൽ കർത്താവ് പറയുന്നത് നിനക്ക് വേണ്ടി ഒരു പുതിയ പദ്ധതിയുണ്ട്. But Jesus is declaring tonight that I have a new plan for you. കുളക്കരയിൽ യേശു വന്നിരിക്കുന്ന പുത്തൻ പരിപാടിയായിട്ട്. Jesus is near the pond tonight with a new plan. കുളം കലങ്ങുന്ന പരിപാടിയല്ല. Not the regular procedure of starting in the water. കുളത്തിൽ ചാടി രക്ഷ പ്രാപിക്കുന്ന Not പദ്ധതിയുമായിട്ടല്ല. even the custom of jumping into the water tonight. ഒരു പുതിയ പദ്ധതിയുമായിട്ട് യേശു He is ഇതിനകത്ത് here വന്നിരിക്കുന്നു. tonight with a new plan to bless you. അവന്റെ പദ്ധതി എന്താണെന്ന് അറിയാമോ? Do you know what his plan is? അവന്റെ വാചാനമയച്ചതിനെ എഴുന്നേൽപ്പിക്കുന്നു. And he is going to send forth his word and lift you up. എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കാം. And he is asking him to get up, take your bed and go. അവനിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. And the power of God was upon him. അവൻ ചാടി എഴുന്നേറ്റു. And he started jumping up. 38 ആണ്ടും മരം പോലെ കടന്നവനായി ഇപ്പോൾ മാൻകുട്ടിയെ പോലെ തുള്ളിച്ചാണ്. And he was a predator for long 38 years, but he is jumping around now. ദൈവത്തിന്റെ വചനത്തിന് അസാധ്യമായതെന്തുമില്ല. There's nothing that is impossible to the power of the Holy Scriptures. അവനൊരു വചനം നിനക്ക് വേണ്ടി അയച്ചാൽ നിന്നിൽ ഒരു അത്ഭുതം നടക്കും. He is sending a new word tonight for you. There is transformation that will happen in your life. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവനൊരു വചനം അയച്ചാൽ വിടുതൽ സംഭവിക്കും. He is sending a word to your prayer subjects. There will be deliverance tonight. കർത്താവേ, നീ എനിക്ക് വേണ്ടി ഒരു വചനം അയക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചു. How many of us will pray tonight, Lord? ആ വലങ്കര ഒന്ന് ഉയർത്തി കർത്താവോട് പറഞ്ഞാൽ ഒരു വചനം എനിക്ക് വേണ്ടി അയക്കണം. Amen. Hallelujah. യേശു ഒരു വാക്ക് നീ കൽപ്പിക്കണം. Lord, say a word for me. നീ ഒരു ആജ്ഞ പുറപ്പെടുവിക്കണം. Lord, command നീ something ഒരു for me. കൽപ്പന പുറപ്പെടുവിക്കണം. Oh, let the commandment നിന്റെ come from you, വചനത്തിന് God. മാത്രമേ എന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയൂ. Hallelujah. നിന്റെ വചനത്തിന് മാത്രമേ
മാത്രമേ എന്നെ ജീവിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. Only with the power of your word I can be given life. ആ വചനം എനിക്ക് വേണ്ടി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. Let's pray to the Lord. Lord, send the word. അവൻ പറയുന്നതെന്തും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ തന്റെ വചനം അയക്കുന്നത്. He will send his word to those people who will completely obey him without asking him back. കിടക്കയെടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ കിടക്കയെടുത്തു. And he asked him to take up your bed, he did that. നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ നടന്നു. He asked him to walk, he did that. അയ്യോ, മറ്റുള്ളവരൊക്കെ എന്നെ കാണുമല്ലോ എന്ന് വിചാരിച്ചില്ല. And he didn't think like other people might see me. ഞാൻ വചനം അനുസരിച്ചാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് അവൻ വിചാരിച്ചില്ല. He did not even think about what others will think if I heard the words of Jesus. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ എന്റെ ചാർച്ചക്കാരെന്ത് പറയുമെന്ന് അവൻ ചിന്തിച്ചില്ല. He was not even worried about what the relatives will think when he accepted baptism. അവന്റെ കൽപ്പന അനുസരിച്ചു. And he obeyed his commandment. അവൻ പറയുന്നത് അനുസരിക്കുന്നവർക്കാണ് വിടുതൽ. And those who believe and completely obey him, they will be delivered. അവർക്കാണ് അത്ഭുതം. They are the people who will receive അവർക്കാണ് abundant life. നിത്യജീവൻ. And they will receive the life of eternity. അവർക്ക് വേണ്ടിയാണ് ദൈവരാജ്യം. The kingdom of God is for those people. അങ്ങനെയുള്ളവരെ ചേർക്കാനായി യേശു വരാൻ പോകുന്നു. Jesus is coming back soon to gather those people. യേശു മടങ്ങി വരുന്നു. And Jesus is coming back. തന്റെ ജനത്തെ ചേർക്കാൻ മടങ്ങി He വരുന്നു. is coming to take all his people. അനുസരിക്കുന്ന സഭയെ ചേർക്കാൻ മടങ്ങി And വരുന്നു. he is coming to take the church that is willing to obey him. സുഹൃത്തെ, ഇന്ന് രാത്രി യേശുവിന്റെ കാഹളം മുഴങ്ങിയാൽ നീ കാണുമോ? Dear friend, if the trumpet sounds tonight, will you be there? എടുത്തുകൊള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ ഉണ്ടാകുമോ? Will you be there to even the people who will be rapturing tonight? കർത്താവ് തന്റെ സഭയെ ചേർക്കുമ്പോൾ ആ സഭയിൽ നീ ഉണ്ടോ? When the church is taken back to heaven, will you be part of the church? യേശു ക്രിസ്തു ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ നീ അവിടെ When ഉണ്ടായിരിക്കുമോ? Jesus sits on the throne, will you be there? അവൻ പ്രതിഫലം വിഭജിക്കുമ്പോൾ നീ അവിടെ When ഉണ്ടായിരിക്കുമോ? he divides the reward, will you be there? യേശു തന്റെ കാന്തയ്ക്ക് കൈ കൊടുക്കുമ്പോൾ നീ ആ ഗണത്തിൽ ഉണ്ടാകുമോ? When Jesus shakes hands with his bride, will you be there? അവൻ മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ നീ അവന്റെ വലത്തുഭാഗത്തുണ്ടായിരിക്കുമോ? When he appears in his glory, will you be on the right side of him? ഇന്ന് രാത്രി തീരുമാനമെടുത്തിട്ട് മടങ്ങി പോകണം. Decision in your life. കാരണം യേശു മടങ്ങി വരുന്നു. And Jesus is coming back. അവൻ സഭയുടെ കാന്തനായി മടങ്ങി He വരുന്നു. is the bridegroom of the church. ഭൂലോകത്തിലെ ചക്രവർത്തിയായി മടങ്ങി And വരുന്നു. he is the ruler and the empire of the world. അവന്റെ കാഹളം കേൾക്കുവാൻ ഒരുങ്ങുക. And the trumpet is about to ഹല്ലേലൂയ. sound. Hallelujah. അമേരിക്കയിൽ വന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. You are in this country and you are comfortable. ജോലിയുണ്ട്, You have a work, പണമുണ്ട്, you got money. ഇങ്ങനെയൊക്കെ ഒന്ന് പോകും. This will go like this. തെറ്റിപ്പോയി. You are wrong. ഇതെല്ലാം നശിക്കാൻ പോവുക. Everything will be gone. ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകാൻ പോവുക. All this earth and these buildings will be gone. ട്രേഡ് സെന്റർ കത്തി അമർന്നെങ്കിൽ ഈ ഭൂമി കത്തിപ്പോകുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. I'm not sure that you will understand when we say this earth will be burnt away, because we have seen how the great towers were burning. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. All the root elements will be burnt away. മഹാസമുദ്രത്തിലെ വെള്ളം ഹൈഡ്രജനായിട്ടും ഓക്സിജനായിട്ടും വിഭജിക്കപ്പെട്ടാൽ And the water of the great seas, if they are divided into oxygen and hydrogen, ആ ഹൈഡ്രജൻ തന്നെ കത്തും, ഓക്സിജൻ കത്താൻ സഹായിക്കും. and the hydrogen will be burning itself and the oxygen will support to burn. ഒരു പെരുങ്കാറ്റ്, ഒരു ഹറിക്കെയിൻ അടിച്ചാൽ മതി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വെള്ളത്തെ ഡിവൈഡ് ചെയ്യാൻ. If there is a great hurricane, the water of the Atlantic Sea will be divided. ഇതൊന്നും അറിയാൻ മേലാകാത്ത ശാസ്ത്രം പഠിക്കാത്ത ദൈവദാസന്മാരെ എഴുതിയത് മൂലപദാർത്ഥം കത്തി അഴിയും. The servants of God, he did not have much education, but those are the people who wrote the Holy Scriptures. ഇതെല്ലാം സംഭവിക്കുന്നതിന് മുൻപേ നമ്മുടെ കർത്താവ് മടങ്ങി വരും. തന്റെ സഭ എടുത്തുകൊള്ളട്ടെ. ഉണരുക സഭയെ. ഉയർത്തുക ശിരസിനെ. കർത്താവ് യേശു മടങ്ങി വരുന്നു. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെടണം. You are not saved, be saved tonight. നീ സ്നാനപ്പെട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. If you are not baptized, you take a decision to be baptized. യേശുവാണ് നിന്നെ വിളിക്കുന്നത്. Jesus is calling you. കർത്താവ് വരാറായി. Jesus is coming soon. അവൻ പറയുന്നത് എന്തും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരെ ചേർക്കാനാണ് എന്റെ യേശു മടങ്ങി My വരുന്നത്. Lord Jesus is coming back to gather those who believe him and obey him completely. ആളുകൾ എന്തും പറയട്ടെ, Let people say whatever they want. പുരോഹിതന്മാരെന്തും പറയട്ടെ, Let the priests say whatever they want. ചാർച്ചക്കാരെന്തും Let പറയട്ടെ, your relatives say whatever they want. അതെന്റെ പ്രശ്നമല്ല. I don't care about that. 38 വർഷം ഇവിടെ കടന്നിട്ട് ഒരുത്തരം ഇല്ലായിരുന്നല്ലോ സഹായിക്കാൻ. I was here at the pool for 38 long years, but there was no one to help me. പിന്നെ അവരെന്തും പറയട്ടെ, Let those people say whatever they want. എന്നോട് കൽപ്പിച്ചവൻ പറഞ്ഞു കിടക്കിയെടുക്കാൻ. But the one who commanded him asked him to take up
ഞാൻ എടുക്കുക. And he is taking it. നിന്നോട് കൽപ്പിച്ചവന്റെ വാക്കനുസരിക്കുക. You should listen to the one who is commanding you. സമൂഹത്തെ നോക്കരുത്, Don't look at the society. ചാർച്ചക്കാരെ Don't നോക്കരുത്, look at your relatives. ബന്ധുക്കളെ നോക്കരുത്. Don't look at your dear ones. ഇവരൊക്കെ സ്വർഗരാജ്യത്തിന് തടസ്സമാണ്. And these are the people who are blocking you from entering into the kingdom of God. യേശു പറഞ്ഞില്ലേ മനുഷ്യൻ അവന്റെ വീട്ടുകാരാ ശത്രുക്കളെന്ന്. And Jesus said, for man, his own relatives is against him. വിതയ്ക്കുന്ന വിത്ത് വഴിയരികെ വീണു. And the seed that was sown was on the roadside. പറവകൾ കൊത്തിക്കൊണ്ടുപോയി. The birds took it away. ഈ പറവ വരുന്നത് എങ്ങനെ? How does the birds come? നമ്മുടെ ചിന്തയിരിക്കുന്ന കർത്താവ് അതിന് വ്യാഖ്യാനം പറഞ്ഞു. And Jesus discerned it. ഒരുത്തൻ പ്രസംഗം കേട്ടു. Somebody was listening to the message. ആ സന്തോഷത്തോടെ കേട്ടു. And he was so rejoicing when he heard. യോഗം കഴിഞ്ഞപ്പോൾ സാത്താൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. And after the message, the meeting was over, Satan came and എങ്ങനെ ഈ സാത്താൻ വരുന്നത്? how does the Satan come? നമ്മൾ വിചാരിച്ചു രണ്ടു കൊമ്പുള്ളവനായി, We will have some picture of two നാക്ക് നീട്ടി, and with a long tongue outside. ഒരു ഭീകര രൂപമായി. A very weird figure. അങ്ങനെയാണ് നമ്മളെല്ലാം ഓടി രക്ഷപ്പെട്ടു. We will all run away if that happens. അങ്ങനല്ല സാത്താൻ വരുന്നത്. But that is not how നിന്റെ Satan comes. ഹൃദയത്തിൽ വീണ വിത്ത് പെറുക്കാനായിട്ട് സാത്താൻ അളിയനായിട്ട് വരും. Satan will come in the form of your brother-in-law to take away the seed that was sown in your heart. നിന്റെ ഹൃദയത്തിൽ വീണ വിത്ത് പെറുക്കാൻ സാത്താൻ ഉപ്പാപ്പനായിട്ട് വരും. And Satan will take the form of your uncle to take away the seed that was sown in your heart. അയ്യോ ഉപ്പാപ്പനെ പിരിഞ്ഞിട്ടൊരു കാര്യമില്ല. Oh, how can I say no to my uncle? അമേരിക്ക വരാൻ കാരണക്കാരൻ ഉപ്പാപ്പൻ. Oh, he is the one who brought me to this country. ഉപ്പാപ്പന് വേണ്ട, എനിക്കും വേണ്ട. I don't need that, and even ഉപ്പാപ്പ പോകുന്ന നരകത്തിലോട്ട് നീ പൊയ്ക്കോളുക. you go to the same place your uncle is going. നിനക്ക് യേശുവിനെ വേണമെങ്കിൽ നീ വചനം അനുസരിക്കണം. You need Jesus today, you have to obey the word. ജീവൻ വേണമെങ്കിൽ വചനം If you അനുസരിക്കണം. need life, you have to obey the word. സ്വർഗ്ഗം വേണമെങ്കിൽ വചനം If അനുസരിക്കണം. you are looking for heaven, you have to obey the word of God. വ്യക്തമായ തീരുമാനമെടുത്തിട്ട് A clear decision tonight. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ സംസാരിക്കും. And the Holy Spirit is speaking tonight. ആമേൻ. അവൻ ഒന്നും നോക്കിയില്ല, യേശുവിന്റെ കൽപ്പന അനുസരിച്ചു. He didn't worry about anything else, but he obeyed the commandment of അവൻ Jesus. പറയുന്നതെന്തും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യം. Jesus is looking for people who will obey completely without questioning him. ആരും രാത്രി ഇതിനായിട്ട് ഏൽപ്പിക്കും. How many of you will surrender for that? നാലാമത്തെ മെസ്സേജ് പറഞ്ഞ് അവസാനിപ്പിക്കണം. I want to conclude with the fourth message. ഇതുവരെ നാം ചിന്തിച്ചത് യേശുവിനൊരു പടക ആവശ്യമാണ്. So far we have been thinking about that Jesus is in need of a boat. എങ്ങനെയുള്ളവരുടെ പടകാണ് യേശു തിരഞ്ഞെടുത്തത്? We saw what kind of people's boat is Jesus looking for. ഏറ്റവും നിരാശയിലിരുന്നവരുടെ പടക, People who are completely broken. ഏറ്റവും തകർച്ചയിലിരുന്നവരുടെ പടക, People who are completely disappointed and broken. ആശയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞവരുടെ പടക. People who think that there is no hope. അതാണ് യേശു തിരഞ്ഞെടുത്തത്. That is what Jesus is looking for. കഴുകുന്നവന്റെ ജീവിത പടകാണ് യേശുവിന് ആവശ്യം. Jesus is looking for people who are willing to cleanse themselves. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ. Without sanctification, holy life, no one will see God. നമ്പർ 3, അവൻ പറയുന്നത് എന്തും അനുസരിപ്പാൻ സമർപ്പിക്കുന്നത്. Thirdly, people who are willing to completely obey what the Lord says. ആ പടകിനെയാണ് അവൻ നിറയ്ക്കാൻ പോകുന്നത്. He is going to fill those kind of boats. വലിയ അനുഗ്രഹങ്ങൾ തരാൻ പോകുന്നത്. He is going to bless you abundantly. പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ. Things that you can never imagine. അവന്റെ വാക്കിന് വല ഇറക്കിയാൽ മതി. You just draw the net according to His word. നിന്റെ ഉത്തരവാദിത്വം എടുക്കുക. Take up your responsibility. നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. And He will take the responsibility of your നിനക്ക് family. ഭാരം എന്ന് പറയുന്ന വിഷയം ഇന്ന് രാത്രി അവൻ ഏറ്റെടുക്കാൻ And പോകുന്നു. everything that you consider a burden in your life, He will take it അവൻ away. പറയുന്നത് അനുസരിക്കുന്നവന്റെ പടകാണ് യേശുവിന് ആവശ്യം. Those people who are willing to obey what He says, He will need their boat. കർത്താവ്, എന്തിനാ നിനക്ക് എന്റെ ജീവിതം? Lord, why do you need my life? എന്റെ പടക അങ്ങേക്ക് എന്തിനാണ്? Why do you need my boat? എന്റെ ജീവിതം അങ്ങേക്ക് എന്തിനാണ്? Why do you need my life? എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായോ? Do you know why He needed? ഞാൻ ഒറ്റ വാചകത്തിൽ പറയാം. Let me tell you in one sentence. മറ്റുള്ളവർക്ക് യേശുവിനെ കാണേണ്ടതിനായിരുന്നു. So that the others might see Jesus. യേശു ആ പടകിൽ കയറി. He got into that boat. കുറെ ആഴത്തിലേക്ക് പടക് മാറ്റി. And he moved about a little bit. കരയിൽ വന്ന മുഴുവൻ ആളുകൾക്ക് ഇപ്പോൾ യേശുവിനെ കാണാം. All the people who are standing on the shore can see Jesus. എല്ലാവർക്കും യേശുവിനെ കാണാം. Everyone can see Jesus. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളോട് ഞാൻ ആ ദൂത് ഉറക്കെ പറയട്ടെ. Let me tell you to those people who are saved and baptized. നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് യേശുവിനെ കാണുവാനായി. Your life should be something through which people will see Jesus. നിന്റെ കുടുംബം മറ്റുള്ളവർക്ക് യേശുവിനെ വെളിപ്പെടുത്തുന്നതായിരിക്കും. Your family should be a family that will point നിന്റെ Jesus. വാക്കുകൾ മറ്റുള്ളവർക്ക് യേശുവിനെ Your വെളിപ്പെടുത്തുന്നതായിരിക്കും. life should be something that will invite people to Jesus. എന്റെ ജീവിതം മറ്റുള്ളവർക്ക് യേശുവിനെ കാണാനാണ്. My life is something for others to see Jesus. മറ്റുള്ളവർ യേശുവിനെ കേൾക്കേണ്ടതാണ്.
Others should listen to Jesus through me. മദ്രാസിൽ സുവിശേഷ വേല ചെയ്ത ഒരു ദൈവദാസനാണ് C.F. ആൻഡ്രൂസ്. C.F. Andrews is a servant of God who was ministering in Chennai. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് നല്ല ഇടയൻ എന്ന പുസ്തകം. And it is the book Good Shepherd he has written. ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് താൻ മരിച്ചുപോയി. And before that book was published, he died. എന്നാൽ തന്റെ അനുസ്മരണ സമ്മേളനത്തിൽ ഒരു ഹൈന്ദവ നേതാവ് പ്രസംഗിച്ചത് ഇങ്ങനെ. But in his memorial service, a Hindu leader was speaking. C.F. ആൻഡ്രൂസ് നല്ല ഇടയൻ എന്ന പുസ്തകം എഴുതുന്നത് ഞങ്ങൾക്കറിയാമായിരുന്നു. We knew that Pastor C.F. Andrews was writing his book Good Shepherd. അദ്ദേഹത്തിന് അത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. He couldn't publish it. എങ്കിലും C.F. ആൻഡ്രൂസിൽ ഞങ്ങൾ ആ നല്ല ഇടയനെ കണ്ടു. But still, we saw that Good Shepherd in the life of C.F. Andrews. നിന്നിൽ ആ നല്ല ഇടയനെ ലോകം കാണും. In you, the world should see the Good Shepherd. മെരിലാൻഡ് നിങ്ങളിൽ നല്ല ഇടയനെ കാണട്ടെ. The state of Maryland should see the Good Shepherd in your life. നിങ്ങളുടെ സഹപ്രവർത്തകർ നല്ല ഇടയനെ നിങ്ങളിൽ കാണട്ടെ. Your co-workers should see the Good Shepherd in your life. കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ആ നല്ല ഇടയനെ ലോകം കാണട്ടെ. Children, young people in the place where you study and you work, people world around you should see Jesus. എന്റെ ജീവിതം മറ്റുള്ളവർക്ക് യേശുവിനെ കാണാൻ. My life is for me to point Jesus to others. എല്ലാ കണ്ണുകളും ഒരു നിമിഷം, Let all the eyes be closed. ഒരു നിമിഷം മൗനമായി ശാന്തമായി അവരവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. In a very calm moment, can we all look into our own lives? യേശു ഇന്ന് രാത്രി എന്റെ ജീവിതത്തെ ആവശ്യപ്പെടുന്നു. Jesus is in need of my life tonight. എന്റെ പടക് അവൻ ആവശ്യപ്പെടുന്നു. He wants my boat tonight. നീ നിരാശനാണോ? Are you a person who is disappointed? നീ തകർച്ച അനുഭവിക്കുന്നവനാണോ? Are you going through brokenness in your life? ജീവിതത്തിന്റെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ In any areas of your life? ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നുവോ? Are you someone who is facing big burdens in your life? ഇന്ന് രാത്രി നിങ്ങളെ മുക്തരാക്കുവാൻ യേശുവിന് മാത്രം. Jesus is here tonight to renew your life. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ മടക്കി തരുവാൻ യേശുവിന് മാത്രമേ. He is here to give you everything that you have lost. കർത്താവേ, ഞാനിതാ വരുന്നു. Lord, I am coming to you. എന്റെ ജീവിതത്തെ പണിയണമേ. Lord, mold my life again. ഇന്ന മേഖലകളിൽ ഞാൻ വ്യഥ അനുഭവിക്കും. Lord, these are the areas that I suffer. നീ എന്നെ പുതുക്കി പണിയണം. Lord, build me again, God. എനിക്കൊരു ചേഞ്ച് ആവശ്യമാണ്. Lord, I need a change. എനിക്കൊരു ശുദ്ധീകരണം I ആവശ്യമാണ്. need a sanctification, God. എന്നിൽ പാപമുണ്ട്. There is sin in my life. എന്നിൽ അശുദ്ധിയുണ്ട്. There is sin in my life. എന്നിൽ തിന്മയുണ്ട്. There is evil things in my life. നിനക്ക് ഹിതമല്ലാത്ത പലതും എന്നിലുണ്ട്. There are a lot of things that is not according to your will in my life. ഞാൻ ഈ രാത്രി അവയെ ഉപേക്ഷിക്കുന്നു. Lord, I forsake those things. നിന്റെ പാപന രക്തം എന്റെ മേൽ തളിക്കണം. Oh, let your precious blood be sprinkling on my body. എന്നെ ശുദ്ധീകരിക്കണമേ. Oh, sanctify me, O God. ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. I surrender my life. കർത്താവേ, Lord, എന്റെ പടവ് ശൂന്യമാണ്. Lord, my boat is empty. നിന്റെ വാക്കനുസരിപ്പാൻ ഞാൻ തയ്യാർ. Lord, I am willing to obey your word. നിന്റെ വചനം അനുസരിപ്പാൻ ഞാൻ തയ്യാർ. I am willing to obey your scripture. അങ്ങയുടെ കൽപ്പന അനുസരിപ്പാൻ ഞാൻ I ഏൽപ്പിക്കുന്നു. am willing to obey your commandment. നീ ഒരു പുനർസൃഷ്ടി നടത്തണം. Lord, do a recreation in my നീ life. ഇന്ന് രാത്രി വിളിച്ചു വരുത്തണമേ. Lord, you are able to call out something for me. കൽപ്പന പുറപ്പെടുവിക്കണമേ. Lord, send a commandment from me, O God. കർത്താവേ, നിന്റെ വചനം അനുസരിപ്പാൻ ഞാൻ തയ്യാറാണ്. Lord, I am willing to obey your commandment. മറ്റുള്ളവർക്ക് അങ്ങേ വെളിപ്പെടുത്തുവാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. I am ready to reveal Jesus to others. മറ്റുള്ളവർ അങ്ങേ കേൾക്കേണ്ടതിന് എന്റെ ജീവിതത്തെ ഞാൻ I am submitting myself so that others could hear about Jesus. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. So I'll be praying tonight. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ, If any one of you who is praying like that, തങ്ങളുടെ വലങ്കരങ്ങളെ ഉയർത്തിപ്പിടിക്കുമോ? would you please lift up your right hand? യേശുവേ, ഇന്ന് രാത്രി നിന്നെ എനിക്ക് ആവശ്യമാണ്. Jesus, I need you in my life tonight. നിങ്ങൾ ആരും ലജ്ജിക്കണ്ട. കൈ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചാണ്. കർത്താവ് നിങ്ങളെ കാണുന്നു. Do not be ashamed. Lift up your hand. എനിക്ക് ഇന്ന് രാത്രി എന്നെ ആവശ്യമാണ്. Lord, I need you tonight. എന്നെ ഒന്ന് പണിയണം. Lord, build me up. എന്നെ രൂപാന്തരപ്പെടുത്തണം. Lord, transform എന്നെ my life. ശുദ്ധീകരിക്കണം. Lord, cleanse നീ me. ഒരു വാക്ക് എനിക്ക് വേണ്ടി അയക്കണം. Lord, send a word for ഒരു me. കൽപ്പന എനിക്ക് വേണ്ടി Send പുറപ്പെടും. your commandment for ഈ me. രാത്രി എന്റെ അത്ഭുതത്തിന്റെ രാത്രിയായി Lord, മാറും. tonight be the night of my miracle. വചനം അനുസരിപ്പാൻ ഞാൻ ഏൽപ്പിച്ചു. Lord, I surrender for acknowledging the word. ആഗ്രഹമുള്ളവർ ഒന്നും കൂടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമോ? ആമേൻ. ഉയർത്തപ്പെട്ട എല്ലാ കരങ്ങൾക്കായിട്ടും സ്തോത്രം. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ അത്ഭുതം നിങ്ങളിൽ വെളിപ്പെടട്ടെ. ഈ രാത്രി പുതിയ സൃഷ്ടിയായി മടങ്ങുവാൻ ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ ആശീർവദിക്കട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് കേൾക്കുവാൻ, യേശുവിനെ കാണുവാൻ എന്റെ ജീവിതം എന്ന തീരുമാനത്തോടെ മടങ്ങിപ്പോകാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാണ്. Hallelujah.